ആക്കാം, എങ്ങനെ ഹാപ്പിയായി അടിച്ചു പൊളിച്ച് ജീവിക്കാം, അതിന്റെ രഹസ്യം എന്താണ്? ജീവിതത്തിൽ ഒരുപാട് ഇഷ്യൂസുകളുമായി നടക്കുന്ന ആളുകൾക്ക് ആ ഇഷ്യൂസിനുള്ള സൊല്യൂഷൻ എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട അതിശക്തമായ ഒരു പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആമുഖമായിട്ട് എനിക്ക് പറയുവാനുള്ളത്, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇന്നലത്തെ സെഷൻസ് മുഴുവനായിട്ട് കേട്ട ആളുകൾ ഒന്ന് ജസ്റ്റ് യെസ് ടൈപ്പ് ചെയ്യോ. ഇന്നലത്തെ ക്ലാസ് മുഴുവനായിട്ട് കേട്ട ആളുകൾ യെസ് ടൈപ്പ് ചെയ്യുക. അതോടുകൂടി തന്നെ ഹാപ്പി, ഐ ആം വില്ലിങ്, ഇത് രണ്ടും ചെയ്യാം. ഞാൻ സന്തുഷ്ടനാണ്, ഞാൻ വില്ലിങ് ആണ്. കാരണം ഇന്നത്തെ ക്ലാസ് ഒക്കെ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കണം എന്ന ഗ്യാരണ്ടിയോടുകൂടി ഇരിക്കണം. നമ്മൾ എന്തോ ഒരു കഷ്ടപ്പെട്ടാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നൽകുന്നത്. അത് പകുതിയായിട്ട് ഇട്ടേച്ചു പോവരുത്, മുഴുവനായിട്ട് കേൾക്കണം, മുഴുവനായിട്ട് കേൾക്കണം. അതുകൊണ്ട് എല്ലാവരും ടൈപ്പ് ചെയ്ത് ഐ എം ഹാപ്പി, ഐ എം വില്ലിങ്. ഞാൻ സന്തുഷ്ടനാണ്, ഞാൻ വില്ലിങ് ആണ്. ഹാപ്പി, വില്ലിങ്, ഐ എം ഹാപ്പി, ഐ എം വില്ലിങ് ടൈപ്പ് ചെയ്യാം. ശരി, വളരെ വളരെ സന്തോഷം. ഒത്തിരി ആളുകൾ ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്യുന്നത് എന്തിനാ ചോദിക്കുകയാണെങ്കിൽ, ഈ രണ്ട് സംഭവം ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കൂല. അതുകൊണ്ടാണ് ഹാപ്പി ആവണം, അതുപോലെ നമ്മൾ വില്ലിങ് ആവണം. ഹാപ്പി ആവണം, നമ്മൾ വില്ലിങ് ആവണം. ശരി, നമുക്ക് തുടങ്ങാം മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മൾ ഇന്നലെ വളരെ ശക്തമായി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഒക്കെ പറഞ്ഞു. എല്ലാ പ്രതിസന്ധികളും എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. ഒരിക്കലും ഒരു ഈവന്റിനും ഒരു ഔട്ട്കമ്മും കൊണ്ടുവരുവാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു ഇവന്റിന് ഔട്ട്കം കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ റെസ്പോണ്ട് അതിനെ കൂടെ ചേർക്കണമെന്ന് പറഞ്ഞു. ഈ റെസ്പോണ്ട് എന്ന് പറയുന്നത് 100% നമ്മുടെ കയ്യിലാണ്. ഇവന്റ് എന്ന് പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഏരിയയാണ്. ഇവിടെ തന്നെ തീർന്നു മനുഷ്യന്റെ പ്രശ്നങ്ങൾ. മനസ്സിലായില്ലേ? അപ്പൊ ഈ റെസ്പോണ്ട് നന്നാക്കാൻ അതിനാണ് നമ്മൾ ഈ EFT പങ്കെടുക്കണം, ട്രഷറർ പങ്കെടുക്കണം, റിച്ച് വൈബ് ക്ലബിൽ എല്ലാ ദിവസവും പങ്കെടുക്കണം, അതേപോലെ തന്നെ മണി മൈൻഡ് സെറ്റിൽ പങ്കെടുക്കണം. ഇങ്ങനെ നിരന്തരമായി നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴേ നമുക്ക് റെസ്പോണ്ട് ക്ലിയർ ആവൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് ഞാൻ അതിന്റെ ബാക്കിയായിട്ട് വളരെ ശക്തമായി ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്നു. ഈ നെഗറ്റിവിറ്റിയുടെ അടിവേര് ഇന്നത്തെ ക്ലാസ് കൂടി കേൾക്കുമ്പോൾ നമ്മൾ അറുത്ത് മാറ്റണം സുഹൃത്തുക്കളെ. ഇനി ഒരു നെഗറ്റിവിറ്റി ഉണ്ടാവാൻ പാടില്ല. അത്രയും 1000 കുതിരശക്തിയോട് കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. 1000 അല്ല, 10,000 കുതിരശക്തിയോട് കൂടി ഇത് കേൾക്കുക, മുഴുവനായിട്ട് കേൾക്കുക, ഒരു വരി പോലും വിട്ടുകളയാതെ കേൾക്കുക. സ്വന്തം നന്നാവുക. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ ലോകത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം സ്വന്തം നന്നാവുക എന്നതാണ്. അതുകൊണ്ട് ഇത് കേൾക്കുക. സാർ അതിനൊന്നും സമയമില്ല സാർ, പെട്ടെന്ന് പറഞ്ഞു തീർക്കൂ എന്ന് പറയരുത്. അത് പ്രപഞ്ച നിയമത്തിനെതിരാണ്. എന്തിനും അതിൻ്റെതായ സമയമുണ്ട് യൂണിവേഴ്സിൽ. നമ്മൾ പെട്ടെന്നൊരു പോസിറ്റീവിലോട്ട് മാറി എന്ന് വിചാരിച്ച് നാളെ തന്നെ ജീവിതം മാറിക്കൊള്ളുന്നില്ല. എന്നാലും കുറച്ചൊക്കെ കാല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ ആ പ്രശ്നങ്ങളൊക്കെ മാറും. അതുകൊണ്ട് എന്തിനും അതിൻ്റെതായ സമയം എടുക്കണം എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എങ്ങനെ നമുക്ക് നെഗറ്റിവിറ്റിയുടെ അടിവേര് അറുത്ത് കളയാം, ഭയത്തിന്റെ അടിവേര് അറുത്ത് കളയാം എന്നത് അതിശക്തമായൊരു പ്രകാശം ഞാൻ നിങ്ങളുടെ ഉള്ളിലോട്ട് സന്നിവേശിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതായത് നമ്മൾ തിരിച്ചറിയേണ്ടത്, 2 രൂപത്തിലുള്ള വ്യക്തികളുണ്ട്. 2 രൂപത്തിലുള്ള വ്യക്തികളുണ്ട്. ഒന്ന് റിയാക്റ്റീവ് പേഴ്സണാലിറ്റി, മറ്റൊന്ന് പ്രോ ആക്റ്റീവ് പേഴ്സണാലിറ്റി. ഈ നെഗറ്റിവിറ്റിയും വേദനകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിവട്ടങ്ങളുമായി നടക്കുന്ന ആളുകൾ ഈ റിയാക്റ്റീവ് പേഴ്സണാലിറ്റിയാണ്. ഇതിനൊരു ചെറിയൊരു ഉദാഹരണത്തോടു കൂടി ഞാൻ ഡീപ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കും. ഇന്നത്തെ ക്ലാസ് കേൾക്കാത്ത ആളുകൾ യൂട്യൂബിൽ ഉണ്ടാവും, അതിന്റെ ലിങ്ക് ഉണ്ടാവും, അത് മുഴുവനായിട്ട് കേൾക്കുക. ഈ ക്ലാസ്സും കേൾക്കുക, സമയമെടുത്ത് കേൾക്കുക. മനസ്സിലായോ? ഒരു 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 മദ്യപാനിയായ ഒരു അച്ഛൻ. മദ്യപാനിയായ അച്ഛൻ എന്ന് പറഞ്ഞാൽ സാധാരണ മദ്യപാനിയല്ല, ഒടുക്കത്തെ മദ്യപാനി. മദ്യം കുടിക്കുകയല്ല, മദ്യത്തിൽ കുളിക്കുന്ന ഒരച്ഛൻ. എല്ലാ ദിവസവും വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു, അടിയുണ്ടാക്കുന്നു, ബഹളമുണ്ടാക്കുന്നു, ഇടക്കിടക്ക് നാട്ടുകാർ ഇടപെടുന്നു, ഭാര്യയെ അടിക്കുന്നു,
അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പോസിറ്റിവിറ്റിയും ആർക്കും പറയാനില്ല. ആ രൂപത്തിൽ നെഗറ്റിവിറ്റി കൊണ്ട് കുളിപ്പിക്കപ്പെട്ട ഒരു വ്യക്തി. ഇദ്ദേഹത്തിന് 2 പുത്രന്മാർ. ഈ പുത്രന്മാർ ഇത് കണ്ടുകൊണ്ടാണ് വളരുന്നത്. വലുതായപ്പോൾ ഒരു പുത്രൻ പക്ക അച്ഛൻ എങ്ങനെയാണോ കുടിയനായത് അതേപോലെ നേരം വൈകി വരുന്നു, നാട്ടുകാര് വീട്ടിലോട്ട് കൊണ്ടാക്കുന്നു, നാട്ടിൽ മുഴുവൻ അലമ്പ് കേസ്. വേറെ ഒരു പയ്യനുണ്ട്, അവനാവട്ടെ ഇത് തൊടുന്നില്ല, മദ്യം കുടിക്കില്ല, അവൻ ബഹളം വെക്കില്ല, അവൻ ഭാര്യ അടിക്കില്ല, അവൻ നാട്ടുകാർക്ക് വളരെ പ്രിയങ്കരൻ, കണ്ണിലുണ്ണി. അപ്പൊ ഈ 2 ആൾക്കാരോടും ചോദിച്ചു, നിങ്ങളുടെ അപ്പൻ വളരെ മുഴുകുടിയനായിരുന്നു, അപ്പോ എന്തുകൊണ്ട് നിങ്ങൾ എങ്ങനെയായി? അപ്പൊ ആദ്യത്തെ ആള് പറഞ്ഞു, നിങ്ങൾ എന്ത് ചോദിക്കുന്നത്? എൻ്റെ അപ്പൻ ചെറിയ പ്രായത്തിൽ ഇതേപോലെ നെഗറ്റിവിറ്റിയുടെ ഒരു കൊട്ടയായിരുന്നു, നിങ്ങൾ കാണുന്നില്ലേ? പിന്നെ ഞാൻ ഇങ്ങനെ കള്ളുകുടിയും നെഗറ്റിവിറ്റിയും അല്ലാതെ എങ്ങനെ ആയി തീരാനാണ്? ഇതല്ലാണ്ട് പിന്നെ ഞാൻ എങ്ങനെ ആയി തീരും? അതിന് കാരണം എൻ്റെ അപ്പനാണ്. രണ്ടാമത്തെ ആളോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ ആവാൻ കാരണം? അപ്പൻ മുഴുകുടിയനാണ്, പക്ഷെ നിങ്ങൾ കള്ളു കുടിക്കുന്നില്ല, എന്താ? വാട്ട് ഈസ് സീക്രട്ട് ഓഫ് യുവർ ലൈഫ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛൻ തന്നെ, നിങ്ങൾ കണ്ടില്ല, അച്ഛൻ കള്ളു കുടിച്ച് പ്രശ്നമുണ്ടാക്കി, നാട്ടുകാരിടപെട്ട്, ഇതിലും വലിയൊരു വയ്യാവേലി വേറെ ഉണ്ടോ? അതുകൊണ്ട് അച്ഛനെ കണ്ടിട്ടാണ് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാനത് ചെയ്യില്ല എന്ന് തീരുമാനിച്ചത്. ഇങ്ങനെ ഞാൻ മദ്യത്തിന്റെ അതിശക്തമായ വിരോധിയാകുവാൻ കാരണം എൻ്റെ അപ്പനാകുന്നു, എൻ്റെ ഫാദർ ആകുന്നു. അപ്പൊ ഇവിടെ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ഇവിടെയാണ് 2 ടൈപ്പ് പേഴ്സണാലിറ്റി ഉണ്ടാവുന്നത്. ശരിക്കും പഠിക്കണം. 2 ടൈപ്പ് പേഴ്സണാലിറ്റി ഇവിടെ നിന്നും ഉരുത്തിരിയുന്നു. അതിൽ ആദ്യത്തെ മദ്യപാനിയായ ആ വ്യക്തി, ആ കുട്ടി, അയാളുടെ പേഴ്സണാലിറ്റിയാണ് റിയാക്റ്റീവ് പേഴ്സണാലിറ്റി എന്ന് പറയും. രണ്ടാമത്തെ വ്യക്തി അയാളാണ് പ്രോ ആക്റ്റീവ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ശരിക്ക് മനസ്സിലാക്കേണ്ടത്, 2 ആൾക്കും ഒരേ സിറ്റുവേഷൻ, പക്ഷെ ഒരാൾ റിയാക്റ്റീവ് ആണ്, ഒരാൾ പ്രോ ആക്റ്റീവ് ആണ്. ഇനി ശ്രദ്ധിക്കുക, ഞാൻ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി ഭാഗമാണ്. നമ്മൾ പറഞ്ഞു, റെസ്പോൺസിബിൾ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ. കാരണം അയാൾക്ക് അയാളുടെ റെസ്പോൺസിബിലിറ്റി അയാളുടെ കയ്യിൽ ഇല്ല എങ്കിൽ അയാൾക്ക് ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് നടത്തുവാനോ നല്ല ജീവിതത്തിലോട് പോകുവാനോ സാധ്യമല്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ റെസ്പോൺസിബിൾ എന്ന വേർഡിനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. റെസ്പോൺസ് പ്ലസ് ഏബിൾ. റെസ്പോൺസ് ഏബിൾ, വളരെ ശ്രദ്ധിക്കണം, സൂക്ഷ്മമാണ് ഇന്നത്തെ ക്ലാസ്. റെസ്പോൺസ് ആൻഡ് ഏബിൾ എന്താ അതിനർത്ഥം? റെസ്പോൺസ് വൈസായി ചൂസ് ചെയ്യുവാനുള്ള എബിലിറ്റി, ഇതാ റെസ്പോൺസിബിലിറ്റി എന്നതിന്റെ അർത്ഥം. ഇത് മറ്റു മൃഗങ്ങളെക്കാളും പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി, പക്ഷികളാവട്ടെ, മൃഗങ്ങളാവട്ടെ, വേറെ ഏത് ജന്തുജാലങ്ങളാവട്ടെ, ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി മനുഷ്യന് മാത്രമുള്ളതാണ് ഈ സംഭവം. ഏത്? റെസ്പോൺസ് ചെയ്യുവാനുള്ള എബിലിറ്റി, പ്രതികരിക്കുവാനുള്ള കഴിവ്, റെസ്പോൺസ് ചെയ്യുവാനുള്ള എബിലിറ്റി. അപ്പൊ ഇവിടെ മനുഷ്യന് മാത്രമേ ഒരു ഇവന്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പൗസ് ചെയ്ത്, മൃഗങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഏത് രൂപത്തിലുള്ള റെസ്പോൺസ് ആണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി വയസ്സായത് തെരഞ്ഞെടുത്ത്. ചില ആളുകൾക്കൊക്കെ ചില ഇഷ്യൂസ് കാണുമ്പം ഇങ്ങനെയല്ലാതെ പ്രതികരിക്കാൻ വേറെ ഒരു ഓപ്ഷനും ഇല്ല എന്ന രൂപത്തിൽ കാണുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വെയിറ്റ് ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ മുമ്പിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അലമ്പ്. ഒരൊറ്റ വഴി. ഈ വഴിയല്ലാത്ത 100 വഴികളുണ്ട്.
നമ്മളെക്കാളും കഴിവുള്ള ആൾക്കാരും അറിവുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. അവരടുത്ത് പോവുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്യില്ല. സ്വയം തന്നെ ജഡ്ജിയായി, സ്വയം തന്നെ പോലീസായി, സ്വയം തന്നെ ന്യായാധിപനായി, സ്വയം തന്നെ ഭരണാധികാരിയായി, ചോയ്സുകള് അപ്പുറം ഇപ്പുറമുള്ള ചോയ്സുകളെ കുറിച്ച് ഒന്നും അറിയാതെ. ശരിക്കും ശ്രദ്ധിക്കണം. അപ്പോ ഒരു മൃഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏത് രൂപത്തിൽ റെസ്പോണ്ട് ചെയ്യണം എന്നതിൻ്റെ ഇടയ്ക്ക് ആക്ഷനും റെസ്പോണ്ടും, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് പൗസ് ചെയ്യുവാനുള്ള ഒരു കഴിവാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവ്. മൃഗങ്ങൾക്ക് അങ്ങനെ കഴിവില്ല. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഒരു ഒരു ആക്ഷൻ, ഒരു ഇവന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവരതിന് റെസ്പോണ്ട് ചെയ്യും. അതിന് വയസ്സൊന്നുമില്ല. ഏത് ആക്ഷനാണോ അതിന് ഓട്ടോമാറ്റിക്കലി അവർ ചെയ്യും. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ജീവിതത്തിൽ ദുരന്തങ്ങളും പ്രതിസന്ധികളും കടന്ന് അല്ലെങ്കിൽ അത് പേറി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരും ഒരു പക്ഷേ ഈ മൃഗങ്ങളുടെ പോലെ തന്നെ ഒരു ചോയ്സ് ഇല്ലാതെ റെസ്പോണ്ട് ചെയ്യുവാൻ അല്ലെങ്കിൽ പ്രതികരണം നടത്തുവാൻ വേറെ ഒരു ചോയ്സ് ഇല്ലാതെ ഒരൊറ്റ ചോയ്സ്, വെട്ടൊന്ന് കഷ്ണം രണ്ട്. അപ്പൊ അവൻ വയസ്സായ ഒരു മനുഷ്യന്റെ ഹ്യൂമാനിറ്റിയുടെ ക്വാളിറ്റിയിലോട്ട് വന്നിട്ടില്ല. അയാൾ മൃഗങ്ങളെ പോലെ റിയാക്റ്റീവ് ആണ്. ഒരു കടുവയെ പോലെ, ഒരു മാനിനെ പോലെ, ഒരു സിംഹത്തെ പോലെ, ഒരു കരടിയെ പോലെ വയസ്സായിട്ട് സെലക്ട് ചെയ്യുവാൻ, തെരഞ്ഞെടുക്കുവാൻ കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് ഈ റിയാക്റ്റീവ് പേഴ്സൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ, മൃഗങ്ങളിൽ നിന്നും സർവചരാചരങ്ങളും വ്യത്യസ്തനായ മനുഷ്യൻ എന്ന രൂപത്തിൽ നമുക്ക് ചൂസ് ചെയ്യുവാനുള്ള പവറുണ്ട്. അതായത് ഓരോ സിറ്റുവേഷനും നമ്മൾ റിയാക്റ്റീവ് ആവണോ പ്രോ ആക്റ്റീവ് ആവണോ? ഇപ്പൊ ഞാനൊക്കെ ആലോചിക്കുന്നത്, ഇപ്പൊ നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ നമുക്ക് നമ്മുടെ ലൈഫിലൊക്കെ ഒത്തിരി ഇഷ്യൂസുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്ത്, ആ സമയത്ത് നമ്മുടെ മുമ്പിൽ വേറെ ഒരു വഴി ഉണ്ടായിരുന്നു. ഇത് അല്ലാതെ വേറൊരു വഴിയില്ല. ഇപ്പൊ പഠിച്ചു, വലിയ ആളുകളായപ്പോ നമ്മൾ അതേ സിറ്റുവേഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എത്ര വഴികൾ ഉണ്ടായിരുന്നു എൻ്റെ ദൈവമേ, നമുക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായോ? അപ്പോ ഏത് സിറ്റുവേഷനും വൈസായി തെരഞ്ഞെടുക്കുവാനുള്ള, അതായത് ആ സമയത്ത് റിയാക്റ്റീവ് ആവണോ പ്രോ ആക്റ്റീവ് ആവണോ, ഞാൻ അതിനെക്കുറിച്ച് ഡീപ്പായിട്ടൊന്ന് പഠിക്കാൻ വേണ്ടി പോവാം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ആർ യു റെഡി? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ആർ യു റെഡി? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ആർ യു റെഡി ടു റിസീവ്? ആർ യു റെഡി ടു പ്രാക്ടീസ്? നിങ്ങൾ കേട്ടാ പോരാ, പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് അതാ വേണ്ടത്. സോറി, ഞാൻ റിയാക്റ്റീവ് ആണ്, ഇതല്ല, ഇത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ഈ ക്ലാസ് കേട്ടതിന് ശേഷം ഓരോ സമയത്തും, ഉദാഹരണമായിട്ട് വീട്ടിലോട്ട് നേരം വൈകി വീട്ടിലോട്ട് വരിക. ഭാര്യയോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്ന് ലുലു മാളിൽ പോവാം, നീ ഒന്ന് മാറ്റി ഒരുങ്ങിയിരിക്കും എന്ന് പറഞ്ഞ് ഭാര്യയോട് സംസാരിച്ചു. നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ബോസ് പറഞ്ഞു, പോവല്ലേ രാജീവ്, പോവല്ലേ, ഒരു ചെറിയ വർക്കുണ്ട്, അതുകൂടി തീർത്തിട്ട് പോയാൽ മതി. സാർ, ഞാൻ നിർബന്ധമാണ്, ഒരു കാര്യം ചെയ്യും, വർക്ക് നിർബന്ധമാണ്, നാളെ വേണമെങ്കിൽ താൻ ലീവ് എടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നിർബന്ധ ബുദ്ധിയോടുകൂടി ഓഫീസിൽ ഇരിക്കാൻ വൈഫിനെ വിളിച്ചു പറയാൻ നോക്കുന്ന സമയത്ത് ചാർജ് തീർന്നു പോയി. എന്തുണ്ടാവും? വൈഫിനെ വിളിച്ച് പറയാൻ നോക്കുന്ന സമയത്ത് ചാർജ് തീർന്നു, വേറെ വഴിയില്ല, അവൾ നമ്പർ ബൈഹാറിലെ പുതിയ സിമ്മാണ്, ഉദാഹരണം പറയാൻ. അപ്പൊ നമ്മൾ ഈ വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും നമ്മൾ പറഞ്ഞ സമയം കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അവിടെ ഭാര്യ, ഒരു പക്ഷേ നമുക്കറിയാം, അവർക്ക് ലേഡീസിന് ചില പ്രത്യേക ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ കുറച്ച് ദേഷ്യം കൂടും. ചില പ്രത്യേക സമയങ്ങളിൽ അതേ സംഭവം ഉണ്ടായാൽ തന്നെ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോ വളരെ കഠിനമായി ദേഷ്യം പിടിച്ചു നോക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ ആ സമയത്ത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ചു നോക്കുക. ഉദാഹരണം പറയാം. അങ്ങനെ പിടിക്കുമ്പോൾ നമുക്കവിടെ റിയാക്റ്റീവ് ആവണോ പ്രോ ആക്റ്റീവ് ആവണോ? ഈ റിയാക്റ്റീവ് ശീലിച്ച ഒരു മനുഷ്യന്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെയല്ലാണ്ട് വേറെ എന്താ ഞാൻ ഇവിടെ ചെയ്യാൻ, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അതുകൊണ്ട് അവിടെ പ്രോ ആക്റ്റീവായ ഒരു വ്യക്തിയാവുമ്പോൾ ആ മനുഷ്യന് ആ വിഷയത്തെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്,
നമ്മൾ തിരിച്ചറിയുക, നമ്മൾ റിയാക്റ്റീവ് ആകുമ്പോൾ നമ്മൾ നെഗറ്റിവിറ്റിയുടെ കട്ടയായിരിക്കും. നമ്മൾ പ്രൊആക്റ്റീവ് ആകുമ്പോൾ നമ്മൾ എല്ലാവർക്കും സ്വീകാര്യനായിരിക്കും. നമ്മുടെ എല്ലാ നെഗറ്റിവിറ്റിയും ഇല്ലാതെയാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് റിയാക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്നത്. ശരിക്കും മനസ്സിലാക്കണം. റിയാക്റ്റീവ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും അവരുടെ ഫീലിങ്ങിലോട്ടും അവരുടെ മൂഡിലോട്ടും ഫോക്കസ് ചെയ്യുന്നവരായിരിക്കും. എന്താണോ അവരുടെ ഫീലിംഗ്. ചില സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത ചില വ്യക്തികൾ, ചില വാക്കുകൾ, ചില സർക്കംസ്റ്റാൻസസുകൾ, ചില സംഗതികളൊക്കെ നമ്മുടെ ലൈഫിൽ വരും. അപ്പോ റിയാക്റ്റീവ് പേഴ്സണാലിറ്റി പഠിച്ച ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരാൾ റിയാക്റ്റീവായിട്ട് അങ്ങ് അഡിക്റ്റായ ഒരാൾ, അയാൾക്ക് തോന്നിയ ഫീലിംഗ് അനുസരിച്ച്, ചില ആൾക്കാർ പറയാൻ കേട്ടില്ലേ, ഞാൻ കണ്ടതങ്ങ് പറയും, എനിക്കാരെയും നോക്കേണ്ട ആവശ്യമില്ല, എനിക്ക് തോന്നിയത് പറയും, ഞാൻ കണ്ടത് അപ്പം പറയും എന്നൊക്കെ പറയുന്ന ആൾക്കാർ റിയാക്റ്റീവ് പീപ്പിൾ ആണ്. അവർക്ക് അപ്പോൾ തോന്നുന്നത് ഇന്നതാണെങ്കിലും, അല്ലെങ്കിൽ അവരുടെ മൂഡ് അല്ലെ, നീ എന്താ പറയാ, ഒന്ന് വരുന്നോ, പുറത്തോട്ട് വരുന്നോ, ഒരു മൂഡില്ലടി. അപ്പൊ ഈ മൂഡും അതുപോലെ തന്നെ ഫീലിങ്ങും ഇത്തരം കാര്യത്തിലോട് ഫോക്കസ് ചെയ്യുന്നവരാണ് റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾ. എന്നാൽ പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ചത്താലും അവരുടെ വാല്യൂ കീപ്പ് ചെയ്യും, കൊന്നാലും കഴുത്തിന് കത്തി വെച്ചാലും ശരി, മൂല്യത്തിൽ അവർ ഫോക്കസ് ചെയ്യുക. വാല്യൂ നമുക്ക് എത്ര വാല്യൂ ഉണ്ട് അതനുസരിച്ച സ്ഥാനമേ നമുക്ക് ലോകത്ത് കിട്ടൂ. മനസ്സിലായോ? പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൽ മൂല്യം നിറക്കുക എന്നതാണ്. മൂല്യം നിറക്കുക. നമ്മൾ വാല്യബിൾ ആവുക. വാല്യബിൾ ആവണമെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. നമ്മൾ എഴുതി തയ്യാറാക്കിയ ചില മൂല്യങ്ങൾ, ഇന്ന മൂല്യങ്ങൾ ഞാൻ ലംഘിക്കുകയില്ല, ഞാൻ അസഭ്യം പറയില്ല, ഞാൻ ആളുകളെ ഏഷണി പറയില്ല, ഞാൻ പരദൂഷണം പറയില്ല, ഞാൻ ആളുകളെ സ്നേഹിക്കും, ഞാൻ നന്ദിയുള്ള മനസ്സ് കീപ്പ് ചെയ്യും, അസഭ്യം പറയില്ല. ഇതൊക്കെയാണ് വാല്യൂസ്. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തില്ല. ഞാനൊരു ജോലി ആർക്കെങ്കിലും ചെയ്തു കൊടുക്കുന്നുവെങ്കിൽ അത് എൻ്റെ കഴിവിന്റെ മാക്സിമം ബെസ്റ്റ് ലെവലിൽ ചെയ്തു കൊടുക്കൂ. ഞാനൊരു 10 രൂപ ആരോടെങ്കിലും വാങ്ങുന്നുവെങ്കിൽ ഞാൻ അതിനൊരു 25 രൂപയുടെ ജോലി അവർക്ക് ചെയ്തു കൊടുത്തിട്ട് 10 വാങ്ങൂ. എപ്പോഴും അവർക്ക് കിട്ടുന്നത് എന്നിൽ നിന്ന് കൂടുതലായിരിക്കും. ഞാൻ അവരിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും എത്രയോ കൂടുതൽ ഞാൻ അവർക്ക് കൊടുക്കും. ഇതാണ് വാല്യൂ. മനസ്സിലായില്ല? ഒരു ഹോട്ടലിൽ കയറി, നമ്മളൊരു 100 രൂപക്ക് ഫുഡ് കഴിച്ചു. അപ്പൊ നമുക്ക് തോന്നുകയാണ് ഇതൊരു 500 രൂപയുടെ ഫുഡുണ്ട്. അതാണ് വാല്യൂ. ഇത് എന്ത് തട്ടിപ്പ് പരിപാടി, ഒരു 10-30 രൂപ കൊടുത്താൽ കിട്ടുന്ന ഫുഡ്, അത് വാല്യൂ അല്ല. അപ്പൊ ഞാൻ പറയുന്നത് എൻ്റെ സഹോദരങ്ങളെ, ഈ നെഗറ്റീവ് ചിന്ത ഒഴിവാക്കണമെന്ന് എന്നോട് ഇങ്ങനെ പലരും ഇങ്ങനെ പറയും. നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഉള്ളിൽ കുറച്ച് വാല്യൂസിനെ നിറക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ തോന്നിയതുപോലെ ജീവിച്ചാൽ ആളുകളെ കുറിച്ച് അവരുടെ കുറിച്ച് അപവാദങ്ങളും ഏഷണിയും പരദൂഷണവും ഇങ്ങനെയുള്ള എല്ലാം നമ്മൾ പറഞ്ഞു നടക്കുന്നു. നമ്മൾ നമ്മെ തന്നെ എന്താ പറയാ, നിരന്തരമായി അപമാനിക്കുന്നു. ഒരു മൂല്യവും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ഫീലിംഗും മൂഡും അനുസരിച്ച് അതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത്, ഇന്ന് വല്ല മൂഡും ഉണ്ടോ, ഇന്ന് എന്തെങ്കിലും ചെയ്യാനൊരു ഉഷാറുണ്ടോ, ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ റിയാക്റ്റീവ് പേഴ്സണാലിറ്റിയാണ്, നെഗറ്റിവിറ്റിയുടെ കൊട്ടയാണ്. നമ്മളിൽ മൂല്യം സംഭരിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രോ ആക്റ്റീവ് പേഴ്സണാലിറ്റി ആണെങ്കിൽ അവർ എപ്പോഴും ഫോക്കസ് ചെയ്തത് മൂല്യമായിരിക്കും. മനസ്സിലായോ? മൂല്യമായിരിക്കും. അവരെടുത്ത ഡ്രസ്സോ, അവര് എന്താ പറയാ, ലൂയി ഫിലിപ്പിന്റെ ഷർട്ട് ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡാണ്, അതൊന്നും ആൾക്കാർ നോക്കൂല. അതിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ് ഈ വാല്യൂ. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, 500 നോട്ടുകൾ, 5 നോട്ടുകൾ ഒരു ചളിയിൽ വീണ് കിടക്കുന്നു. 500 നോട്ടുകൾ ചളിയിൽ വീണ് കിടക്കുന്നു. ചളിയായി, നിറച്ച് ചളിയായി. അത് എടുത്തിട്ട് ഒന്ന് കഴുകി ഒന്ന് തുടച്ച് വൃത്തിയാക്കിയത് റെഡിയാവും. ഞാൻ ചോദിക്കട്ടെ, ചളിയിൽ വീണാലും ചേറിൽ വീണാലും ശരി, 500 നോട്ട് ആരാ എടുക്കാന്ന് മോഷ്ടിക്കുക എന്നുള്ളതല്ല. എന്റെ കയ്യിൽ നിന്ന് 500 5 കെട്ട് നോട്ട് താഴെ വീണു.
ഞാൻ ഉപേക്ഷിക്കോ? ഇല്ല. മൂല്യമാണ്. മനസ്സിലായോ? ഒരിക്കലും മൂല്യമില്ലാത്ത ഒരു വ്യക്തിക്ക് അവനവനെ കൊണ്ട് സത്യസന്ധമായി അവനവനെ ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല. ഉള്ളിലൊന്നും അതൊന്നും നടക്കുന്ന കാര്യമല്ല. മനസ്സിലായോ? നമ്മൾ ഈ 2025 പണത്തെക്കുറിച്ച് ഒരുപാട് ക്ലാസ് ചെയ്തു, എല്ലാം പണത്തെക്കുറിച്ചും. അപ്പൊ എനിക്ക് കുറെ കൂടി തോന്നി ഈ പണത്തെക്കുറിച്ചും, പണം വരണമെങ്കിലും ഈ രൂപത്തിൽ മനുഷ്യന്റെ ഉള്ളിൽ മൂല്യം നടക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ടോപ്പിക് 2 ദിവസം വെച്ചത്. റിയാക്റ്റീവ് പേഴ്സൺ, അയാൾക്ക് മൂല്യം അതിലുണ്ടാവുക. അയാൾക്ക് അപ്പോൾ എന്താ തോന്നുന്നത്? തനിക്കിപ്പോൾ വിശക്കുന്നുണ്ട്, അത് എനിക്ക് വൈറ്റ് ആണോ എന്താ പറയാ, പിന്നെ അതൊന്നും എനിക്ക് നോക്കേണ്ടതില്ല, എനിക്കിപ്പോൾ അത് പൂർത്തിയാക്കണം. മറ്റേ ആള് മൂല്യത്തിൽ ഫോക്കസ് ചെയ്യുന്നു. ഉദാഹരണമായിട്ടൊരു നല്ല മഴയുടെ ഒരു ദിവസം, നല്ല മഴയുണ്ട്, അതിശക്തമായ ഇടി കാറ്റ്. അപ്പോ റിയാക്റ്റീവ് പേഴ്സൺ പറയും, ഇന്ന് ഞാനൊന്നും ചെയ്യുന്നില്ല, ഒരു മൂടില്ല. മഴ കണ്ടില്ലേ നിങ്ങൾ, എന്തൊരു മനസ്സിലായില്ലേ, വളരെ ബുദ്ധിമുട്ടാ. എന്താ ആളുകളൊക്കെ അങ്ങനെ പറയുന്നു, ബഹളം വെക്കുന്നു, ഇന്ന് അവിടെ നിൽക്കട്ടെ. എന്നാൽ പ്രൊആക്റ്റീവ് പേഴ്സൺ ആണെങ്കിൽ അയാൾ എന്താ പറയാ, അയാള് അന്ന് മഴയുള്ള ദിവസമാണെങ്കിലും അന്ന് അയാൾക്ക് എന്ത് എന്ത് അമ്മി കുമ്മായം മറിഞ്ഞാലും അയാൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? എനിക്ക് ചെയ്യേണ്ടത്, ഞാൻ ചെയ്യേണ്ടത് ഞാൻ തന്നെ ചെയ്യണം, വേറൊരാൾ ചെയ്യൂലേ. എനിക്ക് എൻ്റെ ലക്ഷ്യം നേടണം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ സാത്വികമായി മുന്നേറണം. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ ആ മനുഷ്യന്റെ ഉള്ളിൽ മരുന്ന് വേണം, മൂല്യം വേണം. മനസ്സിലായില്ലേ? മറ്റേ ആള് മൂടനുസരിച്ച്. ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കണം നമ്മൾ. മഹാത്മാഗാന്ധിയെ പീറ്റർ ബാരിസ്റ്റണിൽ വെച്ച് ഒരു വെള്ളക്കാരൻ ഷൂ കൊണ്ട് അടിച്ച്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ട സംഭവം. അദ്ദേഹത്തിന്റെ റെസ്പോണ്ട് എന്തായിരുന്നു? മഹാത്മാഗാന്ധി എന്തുകൊണ്ട് നമുക്കൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ സ്നേഹിക്കുന്നു? അദ്ദേഹത്തിന്റെ വാല്യൂ ആണ്, അദ്ദേഹം ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച വാല്യൂ ആണ്. അദ്ദേഹം എങ്ങാനും ആ വെള്ളക്കാരനെ തിരിച്ച് ട്രെയിനിൽ കയറിയതിനു ശേഷം താൻ എന്തുവാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പിടിച്ച് അടിച്ച് അയാളെ പല്ലൊക്കെ പൊട്ടിച്ചു, അയാൾ പിന്നെ മഹാത്മാവോ മഹാത്മാഗാന്ധി? കാരണം അത് ചെയ്തവൻ ചെയ്തത്, അത് അവന്റെ ക്വാളിറ്റി. പണ്ടൊരു ഗുരു ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു ജലം ഒഴുകുന്നുണ്ട്, അവിടെ ഒരു തേൾ ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കഷ്ടപ്പെടുന്നുണ്ട്, പോകാൻ കഴിയാതെ. അപ്പൊ ഈ ഗുരു ഈ തേളിനെ എടുത്തിട്ട് രക്ഷപ്പെടുത്താൻ നോക്കുന്നു. എപ്പോഴൊക്കെ രക്ഷപ്പെടുത്താൻ നോക്കുന്നു അപ്പോഴെല്ലാം കൊത്തുന്നു. അതിനെ കഷ്ടപ്പെട്ട് രക്ഷപ്പെടുത്തി. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, നിങ്ങൾ എന്തോ ഒരു മനുഷ്യനാ, എന്തൊരു കഷ്ടപ്പാട്, ഇതിങ്ങനെ കൊത്തുന്ന കണ്ടില്ലേ? അപ്പോ ഗുരു പറഞ്ഞു, ആ തേളിനെ കൊത്താനേ അറിയൂ, എനിക്ക് രക്ഷിക്കാനേ അറിയൂ. അതാണ് റിയാക്റ്റീവ് ആൻഡ് പ്രൊആക്റ്റീവ് എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ മൂഡ് എന്താണോ, എൻ്റെ ഫീലിംഗ് എന്താണോ, അതല്ല എനിക്ക് പ്രാധാന്യം. എൻ്റെ ഡ്യൂട്ടി ഞാൻ നിർവഹിച്ചിരിക്കും. ചെയ്യേണ്ടത് എന്താണോ, എനിക്ക് കൃത്യമായി ചെയ്യേണ്ടത് എന്താണോ, അത് ഏത് സമയത്തും ഞാൻ ചെയ്ത് പൂർത്തിയാക്കിയിരിക്കും. അതാണ് പ്രൊആക്റ്റീവ് പേഴ്സണാലിറ്റി. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായ പ്രിയപ്പെട്ടവരെ, ഈ നെഗറ്റീവിന്റെ ആൾക്കാരൊക്കെ ഏത് വിഭാഗത്തിൽപ്പെടും? ഒന്ന് ടൈപ്പ് ചെയ്തേ. ഈ നെഗറ്റിവിറ്റിയും കൊണ്ട് മനുഷ്യന് സ്വസ്ഥതയില്ലാതെ എന്നും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി നടക്കുന്ന ആളുകൾ ഏത് കാറ്റഗറിയിൽ പെടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? റിയാക്റ്റീവ് ആണോ പ്രൊആക്റ്റീവ് ആണോ? പ്ലീസ് ടൈപ്പ്. റിയാക്റ്റീവ് പേഴ്സണാലിറ്റി. അപ്പോൾ നേരത്തെ നമ്മള് റാഫി സാറ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ചിന്തകളെ മാറ്റുക, നമ്മൾ കുറച്ച് പഠിക്കുക. ഞാൻ റിയാക്റ്റീവ് ആണോ പ്രൊആക്റ്റീവ് ആണോ? അതിനാണ് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ഹാപ്പി പാർക്കിന്റെ റിച്ച് വൈബിൽ പങ്കെടുക്കുവാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം കേൾക്കുവാനും പറയുന്നത്. നമ്മൾ പ്രൊആക്റ്റീവിലോട്ട് മാറണം. മനസ്സിലായില്ലേ? റിയാക്റ്റീവ് പേഴ്സണാലിറ്റി ആണെങ്കിൽ അവരെപ്പോഴും മറ്റുള്ളവരുടെ പെരുമാറ്റം, മറ്റുള്ളവരുടെ കമാൻഡ്, ഇതിനൊക്കെ വലിയ വില കൽപ്പിക്കും. ഒരിക്കൽ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഒരു സുഹൃത്ത് ഇങ്ങനെ ഇരിക്കുന്നത്, വളരെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്. എന്തെന്ന് വെച്ചു, ഞാൻ ഇന്നൊരു കാര്യത്തിന് വേണ്ടി പോവായിരുന്നു. അപ്പോഴാണ് മറ്റേ എക്സ് എന്നോട് പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞു, അതിന് തീരെ ഇഷ്ടപ്പെട്ടില്ല, എന്റെ മൂഡൊക്കെ പോയി, ഇനി ഞാനൊന്നും ഇല്ല. അതാണ് റിയാക്റ്റീവ്. അതായത് റിയാക്റ്റീവ് പേഴ്സണാലിറ്റി ആണെങ്കിൽ അയാളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ
അതിൽ അപ്സെറ്റ് ആവും. മറ്റൊരാളുടെ പെരുമാറ്റം കാണുമ്പോൾ, മറ്റൊരാളുടെ വാക്ക് കേൾക്കുമ്പോൾ അതിൽ അപ്സെറ്റ് ആവും. മനസ്സിലായില്ലേ? എന്നാൽ പ്രോ ആക്റ്റീവ് ആണെങ്കിലോ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചപ്പാട് ഇങ്ങനെയായിരിക്കും. ഒരാൾ നമ്മളെ കുറിച്ച് എന്നോട് ഒരാൾ പറഞ്ഞു, കരീം സാറേ, നിങ്ങൾ എഴുതിയ വിജയത്തിന്റെ രസതന്ത്രം എന്ന പുസ്തകം അത് അത്ര മൂല്യമുള്ളതല്ല എന്നൊരാൾ പറഞ്ഞാൽ എന്നോട് പറഞ്ഞു നോക്കുക. അപ്പോ ഞാനൊരു പ്രോ ആക്റ്റീവ് പേഴ്സണാലിറ്റി എന്ന രൂപത്തിൽ ഞാൻ അവിടെ ചിന്തിക്കേണ്ടത് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ, ഓക്കെ, അത് അയാളുടെ കാഴ്ചപ്പാട്, അദ്ദേഹത്തിന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, അത്രയേ ഉള്ളൂ. ആയിരക്കണക്കിന്, ഞാനിപ്പോ ഏകദേശം 2000 പുസ്തകം അടിച്ചു. വിജയത്തിന്റെ രസതന്ത്രം എന്ന പുസ്തകം 2000 കോപ്പി അടിച്ചു. എല്ലാം വിറ്റുപോയി. 99% ആൾക്കാരും എന്നോട് പറഞ്ഞു, സാർ ഇറ്റ് ഈസ് എക്സലന്റ്, വളരെ പവർഫുൾ. അപ്പൊ ഞാൻ, ഒരാൾ എന്നോട് പറയുന്നു അത് പോരാ, അല്ലെങ്കിൽ 10 ആൾ പറഞ്ഞു പോരാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അവർ ഓക്കെ, അതാണ് പ്രോ ആക്റ്റീവ്, അത് അവരുടെ ചിന്ത. കാരണം അത് അവർക്ക് ആ രൂപത്തിൽ തോന്നിയതിന് എനിക്ക് അവരുടെ മനസ്സിൽ കയറിയിട്ട്, അല്ലെങ്കിൽ അവരുടെ നാവിൽ തുമ്പത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പറയിക്കാനല്ലാതെ ആ വാക്ക് മാറ്റി പറയിപ്പിക്കാൻ എനിക്കൊന്നും കഴിയില്ല. അതിനെനിക്ക് റോളില്ല, പങ്കില്ല. മനസ്സിലായോ? എന്നോട് പറയാണ്, ഇപ്പൊ ഈ ഒരു ക്ലാസ് സാറേ, 2 ദിവസത്തെ ഈ സെഷൻസ് ഇത് എന്തുവാ സാറേ, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു നോക്കുക. അങ്ങനെ നിങ്ങൾ പറയോ പ്രിയപ്പെട്ടവരെ, ഇന്നലെയും ഇന്നുമായി നടന്ന ഈ 2 ദിവസത്തെ ക്ലാസ്, ഇതിപ്പോ ഇന്ന് തീർന്നിട്ടില്ല, ഇതിനൊരു മൂല്യവുമില്ല എന്ന് നിങ്ങൾ പറയോ? ഇത് മൂല്യമുള്ളതാണോ അല്ലേ? പ്ലീസ് ടൈപ്പ്. ഇത് മൂല്യമുള്ളതാണോ അല്ലേ? പ്ലീസ് ടൈപ്പ്. ഇത്രയും ആളുകൾ ഒന്ന് ടൈപ്പ് ചെയ്തേ, മൂല്യമുള്ളതാണ്. ഇത്രയും ആളുകൾ ടൈപ്പ് ചെയ്യുന്നു. ഇനി ഒരാൾ പറയാണ്, സാർ ഇത് മൂല്യമുള്ളതല്ല. അപ്പൊ അത് അയാൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 100 ആൾക്കാർ പറഞ്ഞു ഓക്കെ സാർ യു ആർ വെരി ഗുഡ്, 10 ആൾക്കാർ പറഞ്ഞു യു ആർ നോട്ട് ഗുഡ്. അപ്പൊ ഞാൻ ആരെ ഫോക്കസ് ചെയ്യണം? 100 ആൾക്കാർ പറഞ്ഞു അത് മതി, 100 മാർക്ക് കിട്ടി, അത് സ്വാഭാവികം. ഞാൻ ഈ മണി മൈൻഡ് സെറ്റിംഗ് വർക്ക്ഷോപ്പ് നടക്കുമ്പോൾ ആൾക്കാരോട് ഞാൻ ചോദിക്കും, ഈ മണി മൈൻഡ് സെറ്റിംഗ് എന്ന കോഴ്സിന് 10ൽ എത്ര മാർക്ക് നിങ്ങൾ ഇടും? എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇപ്പോൾ ഇടൂ. നിങ്ങൾ മണി മൈൻഡ് സെറ്റിംഗ് എന്ന് പറയുന്ന ഹാപ്പി പാർക്കിലെ 2025 മിഷനായ ആ കോഴ്സിന് നിങ്ങൾ എത്ര മാർക്ക് ഇടും? അതിൽ പങ്കെടുത്ത ആൾക്കാർ ഒന്ന് മാർക്ക് ഇട്ടെ. 10ൽ എത്ര മാർക്ക് ഇടും? 10ൽ എത്ര മാർക്ക് ഇടും? പൊളി 10ൽ 10, 10ൽ 10, 10ൽ 10, 10ൽ 10, 10ൽ 10, 10ൽ 10. നോക്കൂ നിങ്ങൾ, ഇത്രയും ആൾക്കാർ തടിച്ചു കൂടുന്നുണ്ട്. ഈ 10ൽ ഒരു നമ്പർ കുറഞ്ഞിട്ടുണ്ടോ? എല്ലാവരും 10ൽ 10, 10ൽ 10, 10ൽ 10, 10ൽ 10. വെരി ഗുഡ്, വളരെ സന്തോഷം. ഇത് പങ്കെടുത്ത ആൾക്കാർ എല്ലാവരും 10ൽ 10. ഇനി ഒരാൾ പറയാൻ നോക്കുക, ഇത്രയും കൂട്ടത്തിൽ ഒരാൾ പറയാൻ നോക്കുക, സാറേ ഒരു 9 അല്ലെങ്കിൽ 5. അത് പറയില്ല. അതിനെ മൂല്യം പറഞ്ഞ ഒരാൾ പറയില്ല. ഇനി പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓക്കെ. നോക്കൂ, നിങ്ങൾ കാണുന്നില്ലേ ചാറ്റ് ബോക്സ്? നിങ്ങൾ കാണുന്നുണ്ട്, ആരും പറയുന്നില്ല. മനസ്സിലായില്ലേ? ഇനി ട്രഷർ കോഴ്സിന് നമുക്കൊരു 100ൽ 100 കൊടുക്കാം, അല്ലെങ്കിൽ 100ൽ 110 കൊടുക്കാൻ നോക്കുക. ട്രഷർ കോഴ്സിന് 100ൽ ഒരു 110 കൊടുക്കാൻ നോക്കുക. എത്ര കൊടുക്കും നിങ്ങൾ ട്രഷർ കോഴ്സിന്? ഒന്ന് ടൈപ്പ് ചെയ്തേ, 10ൽ 10 അല്ലെങ്കിൽ 100ൽ 100. അപ്പൊ ഞാൻ പറയുന്നത് സഹോദരങ്ങളെ, ഈ റിയാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്തിനാ ചോദിക്കുകയാണെങ്കിൽ, ആരെങ്കിലും അടിക്കുന്നുണ്ടോ നിങ്ങൾ അറിയണം. ഒന്ന്, ഇനി അഥവാ ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പ്രോആക്റ്റീവ് പെരുമാറേണ്ടത്? കാരണം ഒരാൾ നമുക്ക് എതിരായിട്ട് വല്ലതും പറഞ്ഞാൽ അത് അവരുടെ തീരുമാനം, അത് അവരുടെ തോട്ട്, അത് അവർക്ക് വിട്ടു. അപ്പൊ ഇതാണ് റിയാക്റ്റീവ് ആൻഡ് പ്രോആക്റ്റീവിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് പ്രോആക്റ്റീവ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ്, സംസാരിക്കുന്നതിന് മുമ്പ് കുറച്ചു നേരം പൗസ് ചെയ്യും. എന്ത് ഇവിടെ പറയണം, ഏത് രൂപത്തിൽ ഞാൻ ഇവിടെ പെരുമാറണം, കുറച്ച് സമയം റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് അവരെടുക്കും. എന്നിട്ട് അവരെടുക്കുന്ന ആക്ഷൻ, റെസ്പോണ്ട് അവരുടെ മൂല്യത്തിൽ നിന്നായിരിക്കും. അസഭ്യം പറയില്ല അവര്.
അവരുടെ ഉള്ളിലും ഉണ്ടാവും ഇതേപോലുള്ള ഒരുപാട് നെഗറ്റീവായ വേർഡ്സുകളും സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ. കാരണം നമ്മളെല്ലാവരും ഒരു ലോകത്താണ് ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ശരി, അവരതിൽ നിന്നും എത്ര മോശമായ അവസ്ഥയാണെങ്കിലും ശരി, അവരുടെ മൂല്യത്തിൽ നിന്നും സമയമെടുത്തുകൊണ്ട് റെസ്പോണ്ട് ചെയ്യും. ഇതാണ് പ്രോ ആക്റ്റീവ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അവർ ഒരിക്കലും എന്തെങ്കിലും ഒന്ന് പറയുന്നത് കേട്ടിട്ട് അങ്ങ് പ്രഷർ കൂടിയിട്ട് ഞാൻ ആ സാഹചര്യത്തിൽ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയി, ആ സമയത്ത് എനിക്ക് അതല്ലാണ്ട് ചെയ്യാൻ തോന്നിയില്ല, ഇങ്ങനെ ഒരു പരിപാടി അവർ ചെയ്യില്ല. അവർ പ്രോ ആക്റ്റീവായിട്ട്, അപ്പൊ ട്രഷറൊക്കെ കഴിഞ്ഞാൽ പ്രോ ആക്റ്റീവിന്റെ ഒരു മൂർധന ദശയിലോട്ട് മനുഷ്യനെത്തും. ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഇത് നെഗറ്റിവിറ്റിയെ ചുരണ്ടി കളയേണ്ടത്. അവരെപ്പോഴും ചെയ്യുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഇമോഷന്റെയോ ഫീലിംഗിന്റെയോ അതേപോലെ തന്നെ ഏതെങ്കിലും രൂപത്തിലുള്ള എടുത്തുചാട്ടം കൊണ്ടോ അവർ റെസ്പോണ്ട് ചെയ്യില്ല. അവർ വെയിറ്റ് ചെയ്യും, എന്നിട്ട് ബുദ്ധിപൂർവം ഉള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ റെസ്പോണ്ട് ചെയ്യും. ഇങ്ങനെ ഒരാൾ ആയിക്കഴിഞ്ഞാൽ അയാൾക്ക് ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല. സുഹൃത്തുക്കളെ, പ്ലീസ് ടൈപ്പ് സ്വർണം. ഇങ്ങനെ ഒരാൾ ചെയ്താൽ അയാൾക്ക് ടെൻഷൻ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, പ്ലീസ് ടൈപ്പ് സ്വർണം. ഒന്ന് ടൈപ്പ് ചെയ്ത്. ഇതാണ് സത്യം, ഇതാണ് സത്യം, ഇതാണ് സത്യം, പച്ചയായ സത്യമാണത്. എന്നാൽ റിയാക്റ്റീവ് പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇമോഷൻ എന്താണ്? ദേഷ്യമാണെങ്കിൽ അവർ ദേഷ്യം അങ്ങനെ തന്നെ പ്രകടിപ്പിക്കും. ഉദാഹരണമായി, ദേഷ്യമുണ്ടെങ്കിൽ എനിക്ക് ഈ വിഷയത്തിൽ ദേഷ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ എക്സ്പ്ലനേഷൻ പറയൂ എന്ന് പറയുകയാണെങ്കിൽ അത് പ്രോആക്റ്റീവാണ്. നേരെ മറിച്ച് അതൊന്നും പറയുന്നില്ല, ദേഷ്യമുണ്ട്, ഈ ദേഷ്യത്തിന് ആനുപാതികം അനുസരിച്ച് അങ്ങ് ആക്ഷൻ എടുക്കും. പ്രോആക്റ്റീവ് ആണെങ്കിൽ അവർ അങ്ങനെ ചെയ്യില്ല. അവർ വെയിറ്റ് ചെയ്യും, എന്നിട്ട് അവരുടെ മൂല്യത്തിൽ നിന്നും റെസ്പോണ്ട് ചെയ്യും. അതേപോലെ തന്നെ റിയാക്റ്റീവ് പീപ്പിൾ എപ്പോഴും ബ്ലെയിം ഗെയിംസ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. കുറ്റപ്പെടുത്തുക, ബ്ലെയിം. എന്നാലും അയാൾ ആ പറഞ്ഞ വാക്ക്, ഇന്നയാൾ ചെയ്ത തെറ്റ്, എപ്പോഴും അവരുടെ മനസ്സിൽ ചില കഥകളും ചില എന്താ പറയുക സംഭവങ്ങളും മനസ്സ് നിറഞ്ഞിരിക്കും. ആ കഥകളിലൂടെ അവർ പോകുമ്പോൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും ചോദിക്കുകയാണെങ്കിൽ, ഉദാഹരണമായിട്ട് ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിലും, എവിടെ നിങ്ങൾ വേണ്ട ഒരാൾ ഇരിക്കുന്നു, നിങ്ങൾ അവിടെ പോയിട്ട് അയാളെ കൂടെ ഇരിക്കുന്നു, എന്താ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത്? എന്താ സംസാരിക്കുക? നിങ്ങളൊരു LDF ആണെങ്കിൽ അവിടെ നിന്ന് സംസാരിക്കും, UDFന്റെ കുറ്റം പറയും. UDF ആണെങ്കിൽ LDFന്റെ കുറ്റം പറയും. ഒന്നുമല്ല, ഞാൻ ചോദിക്കട്ടെ, 3 പേര് നിൽക്കുന്നു, 3 പേര് നിൽക്കുന്നതിൽ ഒരാൾക്ക് പെട്ടെന്ന് എമർജൻസി ആയി കോള് വന്നു, അയാൾ പുറത്തോട്ട് പോയി. അപ്പൊ ബാക്കി 2 ആൾക്കാർ സംസാരിക്കുന്ന ആരെ കുറിച്ചായിരിക്കും? 3-മത്തെ കുറിച്ചായിരിക്കും. മനസ്സിലായോ? എന്തുവാ അവൻ്റെയൊക്കെ പെരുമാറ്റം? അവനൊരു ശ്രദ്ധയില്ല, ഒരു വൃത്തിയില്ല, ഒരു സ്നേഹമില്ല, ഉത്തരവാദിത്തമില്ല. മനസ്സിലായി? ഒന്നത്. മറ്റ് നമ്മുടെ വിഷയത്തിൽ ബ്ലെയിം എപ്പോഴും സർക്കാർ ശരിയില്ല, ചൂട് ശരിയില്ല, കാലാവസ്ഥ ശരിയില്ല. ബ്ലെയിം ഗെയിം കളിച്ചുകൊണ്ടിരിക്കും റിയാക്റ്റീവ് പേഴ്സണാലിറ്റി. മനസ്സിലായില്ല? എപ്പോഴും അവർ ബ്ലെയിം ഗെയിം. എന്നാൽ പ്രോ ആക്റ്റീവ് പേഴ്സണാലിറ്റി ബ്ലെയിം അല്ല. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരുത്തനെ തലയിൽ കെട്ടിവെച്ചിട്ട് അവന്റെ പേരിൽ കഥ മെനഞ്ഞ് അതിലൊരു തരം രക്തം. ഓക്കെ, അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പറഞ്ഞത് റിയാക്റ്റീവ് പേഴ്സണും പ്രോ ആക്റ്റീവ് പേഴ്സണും തമ്മിൽ വ്യത്യാസമാണ്. പ്രോ ആക്റ്റീവ് പേഴ്സൺ ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. റിയാക്റ്റീവ് പേഴ്സൺ ആണെങ്കിൽ അവർ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും സംഭവം ലൈഫിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം മറ്റൊരുത്തനെ തലയിലിട്ട്, ആ തലയിലിട്ടതിന് ശേഷം അതിൻ്റെ മേലിൽ വീണ്ടും കഥകൾ മെനഞ്ഞ് വീണ്ടും രക്തം ഒലിച്ച് ആ രക്തത്തിൽ വീണ്ടും കുളിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പ്രോ ആക്റ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഏറ്റെടുക്കും, എന്നിട്ട് അയാൾ മുന്നോട്ട് പോകും. ഇതാണ് റിയാക്റ്റീവും പ്രോ ആക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായില്ലേ? റിയാക്റ്റീവ് പീപ്പിൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ഗവൺമെന്റിന്റെ ആ പോളിസി വന്നിട്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ അവനെ കണ്ടുമുട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ഞാൻ ഇവളെ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ. മനസ്സിലായില്ലേ? അതായത് ഒന്നുകൂടി പറഞ്ഞാൽ, റിയാക്റ്റീവ് പീപ്പിൾ എപ്പോഴും തൻ്റെ ഇന്നത്തെ അവസ്ഥക്ക് ഇഷ്യൂസിന് കാരണമായിട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള പുറത്തുള്ള
കാര്യങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കും, പുറത്തുള്ള കാരണങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. തൻ്റെ ഇന്നത്തെ അവസ്ഥക്ക് കാരണം പുറത്തന്വേഷിക്കും. റിയാക്റ്റീവ് പേഴ്സണാലിറ്റി. മൈ ഡിയർ ഫ്രണ്ട്സ്, ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? ഇതൊക്കെ കൃത്യമായി നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ, ഇതൊക്കെ ഒന്ന് പഠിച്ചാൽ, ഒരു കഥ കേൾക്കും പോലെയല്ല. ഇതൊക്കെ കേട്ടിട്ട് തൻ്റെ ഉള്ളിൽ റിപ്പയറിങ് വല്ലതും നടത്തണോ, തൻ്റെ ഉള്ളിൽ വല്ല മാറ്റം കൊണ്ടുവരണോ, തനിക്ക് ഏതെങ്കിലും രൂപത്തിൽ ഒരു പുരോഗതി കൊണ്ടുവരണോ എന്നൊന്ന് ചിന്തിക്കണം. നിങ്ങൾ ആഴത്തിൽ ഒന്ന് വിശകലനം ചെയ്യണം. ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് ക്ലാസ് കൊള്ളാം, നല്ല വിസ്ഡം എന്ന് പറഞ്ഞ് നിങ്ങൾ പോരുത്. നമ്മൾ വിലയിരുത്തണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു മനുഷ്യൻ ലോകത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ അയാൾ നന്നാവുക എന്നതാണ്, വേറൊന്നുമില്ല. അപ്പോ റിയാക്റ്റീവ് പേഴ്സണാലിറ്റി എപ്പോഴും അവർ ചെയ്യുന്നത് എല്ലാത്തിനും പുറത്തന്വേഷിക്കും. ഇന്നത്തെ സിറ്റുവേഷൻ ഇങ്ങനെയാവാൻ കാരണം പുറത്തുള്ള ചില വ്യക്തികൾ, സാഹചര്യങ്ങൾ, സംഭവങ്ങൾ. എന്നാൽ പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണെങ്കിൽ അയാൾ ഇന്നത്തെ സിറ്റുവേഷന് ഒരുത്തനെയും ബ്ലെയിം ചെയ്യില്ല. എന്ത് മാറ്റമാണ് ഞാൻ കൊണ്ടുവരേണ്ടത്, എന്ത് തീരുമാനമാണ് എനിക്ക് പഴച്ചത്, എന്ത് വാക്കാണ് എനിക്ക് തെറ്റിയത്, എവിടെയാണ് എനിക്ക് പ്രശ്നം പറ്റിയത്, അയാളിലോട്ട് നോക്കുകയും അതിനെ കംപ്ലീറ്റ്ലി ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യും. അതാണ് പ്രോ ആക്റ്റീവ് പേഴ്സണാലിറ്റി ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ അവർക്ക് 100% ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ സാധിക്കുന്നത് കൊണ്ട് അവർ അവരുടെ ചാർജ് ഏറ്റെടുക്കുകയും സിറ്റുവേഷനെ തൻ്റെ ഇഷ്ടപ്രകാരം മാറ്റുവാനും അവർക്ക് സാധിക്കും. അതിനുള്ള ചങ്കൂറ്റം അവർക്കുണ്ടാവും. സിറ്റുവേഷൻസുകളെ തൻ്റെ ഇംഗിതത്തിനനുസരിച്ച്, തൻ്റെ ചിന്തക്കനുസരിച്ച്, തൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് മാറ്റുവാൻ പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിക്ക് സാധിക്കും. എന്നാൽ റിയാക്റ്റീവ് ആവട്ടെ, ഉത്തരവാദിത്തം ഒന്നും ഏറ്റെടുക്കാതെ എല്ലാം മറ്റവനെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട്, എൻ്റെ ദൈവമേ എല്ലാം പോയി, അവൻ ചെയ്ത ഒരു പണി കണ്ടോ. നമ്മുടെ ഈ എന്താ പറയാ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇടയ്ക്ക് വിട്ടുപോകും. റോക്ക് ഫെല്ലർ അല്ല, എന്താ പറയാ, ഒരു പുസ്തകം എഴുതിയില്ല, ഹൗ ടു എൻജോയ് യുവർ ലൈഫ് എന്നൊരു പുസ്തകം എഴുതിയില്ലേ, നെപ്പോളിയൻ ഹില്ലിന്റെ ഒരു ഗുരു. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു റാഫി സാറെ? നമ്മുടെ ഡെൽ കർണഗി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഒരു മനോഹരമായ കഥ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പൈലറ്റ്, എന്താ പറയാ, ഒരു വിമാനത്തിന്റെ ഓണർ, റിച്ചാണ്. അദ്ദേഹം ഒരു പൈലറ്റിന് തന്റെ വിമാനം കൊടുക്കുന്നു. പൈലറ്റ് വിമാനം കൊണ്ട് പോകുന്നു, പെട്ടെന്ന് തിരിച്ചു വരുന്നു, വിമാനം കേടുവന്നു. നോക്കുന്ന സമയത്ത് പൈലറ്റ് ഫ്യൂൽ ഒഴിക്കുന്നത് എന്തോ പ്രശ്നം വന്നു. അതുകൊണ്ട് വിമാനം ആകെ കംപ്ലൈന്റ് ആയി, ആകെ ഇഷ്യൂ ആയി. പൈലറ്റ് ആകെ ഭയചകിതനായി. എന്ത് ചെയ്യും ദൈവമേ, എന്ത് പറയും? ഓണർ ഒന്നും വേണ്ടിയില്ല. വിമാനം ശരിപ്പെടുത്തിയതിനു ശേഷം രണ്ടാമതും പൈലറ്റിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ തന്നെ ഇത് കൊണ്ടുപോകണം. നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായതിൽ വിഷമം ഇല്ല എന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഇത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ വിമാനം വീണ്ടും ഈ പൈലറ്റിന് കൊടുത്തു എന്നൊരു സംഭവം അതിൽ പറയുന്നത് വളരെ മനോഹരമാണത്. അത് എന്തുകൊണ്ടാണ് ചോദിക്കുകയാണെങ്കിൽ, അതാണ് എന്താ പറയാ, പ്രോ ആക്റ്റീവ് പേഴ്സണാലിറ്റി. മനസ്സിലായോ? ഒരു ചുമരിനടുത്ത് നിന്ന് കുറെ ചെറുപ്പക്കാര് പുകവലിക്കുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ പുകവലി പാടില്ല. ഇവിടെ പുകവലി പാടില്ല എന്ന് എഴുതി വെച്ച ആ ചുമരിന്റെ അടുത്ത് കുറെ ചെറുപ്പക്കാര് പുകവലിക്കുന്നു. അപ്പോ തൊട്ടപ്പുറത്തുള്ള കടയിൽ പോയിട്ട് ഒരാള് കുറച്ച് സിഗരറ്റ് കൊണ്ട് വാങ്ങിയിട്ട് ഈ ചെറുപ്പക്കാരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എല്ലാവരും കുറച്ച് സിഗരറ്റ് സമ്മാനിക്കട്ടെ, ഇത് നിങ്ങൾ തൊട്ടപ്പുറത്ത് അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വലിക്കുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു, ബുദ്ധിമുട്ടുണ്ടോ? മനസ്സിലായോ? പിന്നെ അവിടെ എന്താ സംഭവിക്കുന്നത്? അതാണ് പ്രോ ആക്റ്റീവ്. റിയാക്റ്റീവ് ആണെങ്കിൽ അപ്പൊ വിളിച്ചു പറയും, ഇത് സദാചാര കുണ്ടകൾ എന്ന രൂപത്തിലുണ്ട്. അതാണ് പ്രോ ആക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് പ്രോ ആക്റ്റീവായ ഒരാൾ എങ്ങനെ വീണാലും അവർ ഈ ബ്ലെയിം ഗെയിമിൽ പോയില്ല. എന്നാൽ റിയാക്റ്റീവ് പേഴ്സണാലിറ്റി ആവട്ടെ, അവരെപ്പോഴും ബ്ലെയിം ഗെയിമിലായിരിക്കും, അവരെപ്പോഴും ഈ ഇഷ്യൂസിലായിരിക്കും. അതായത് ഓരോ സിറ്റുവേഷൻസിനും റിയാക്റ്റീവ് പേഴ്സണാലിറ്റി തനിക്ക് പുറത്തുള്ളവരെ പുറംചാരുമ്പോൾ
പ്രൊആക്റ്റീവ് പേഴ്സണാലിറ്റി എന്ത് ചെയ്യും ചോദിക്കുകയാണെങ്കിൽ അവർ അതിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തെ അവരുടെ ഇച്ഛപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. റിയാക്റ്റീവ് പേഴ്സണാലിറ്റിക്ക് ഒരു ശക്തിയും ഇല്ലാത്ത അവസ്ഥയിലോട്ട് പോകുന്നു. അവിടെ മുഴുവൻ ശക്തിയും ചോർന്നു പോകുന്നു. കാരണം തൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഉള്ളതെല്ലാം മറ്റുള്ളവരിലൂടെയാണ്. താൻ എംറ്റിയാണ്, എനിക്ക് മുകളിലാണ് ശക്തി, അതായത് മറ്റുള്ളവരാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇയാള് ഇവിടെ എംറ്റി ആകുന്നു. എന്നാൽ പ്രൊആക്റ്റീവ് ആവട്ടെ, അയാൾ കംപ്ലീറ്റ് ഉത്തരവാദിത്തമുള്ളത് കൊണ്ട് തന്നെ അവസ്ഥയെ മാറ്റുവാനുള്ള പവർ അയാളെ കയ്യിലുണ്ടാവുന്നു. മറ്റേ റിയാക്റ്റീവ് ആളുകൾ എക്സ്റ്റേണലിന്റെ കാരുണ്യത്തെ ആശ്രയിക്കുന്നു. എപ്പോഴും മറ്റുള്ളവർ എന്ത് പറയും, അവന്റെ വാക്ക്, അവന്റെ പ്രവൃത്തി, അതായത് പുറമേ ഉള്ളതിന്റെ ദയയിൽ ജീവിക്കുന്നു റിയാക്റ്റീവ് പേഴ്സണാലിറ്റി. മനസ്സിലായോ? ഇത് വളരെ സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? ഒന്ന് ടൈപ്പ് ചെയ്ത്. എത്ര ആഴമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? യെസ് ഓർ നോ? ഇതാണ് റിയാക്റ്റീവും പ്രൊആക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് റിയാക്റ്റീവും പ്രൊആക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം. അതേപോലെ തന്നെ റിയാക്റ്റീവായ ആൾക്കാർ അവരെപ്പോഴും എന്ത് സംഭവിക്കും ചോദിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അവരെപ്പോഴും പ്രോബ്ലത്തിലോട്ടായിരിക്കും ഫോക്കസ് ചെയ്യുക. എപ്പോഴും പ്രോബ്ലം. എന്ത് വിഷയം ഉണ്ടെങ്കിലും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന് വീടില്ല. അപ്പൊ വീട് അന്വേഷിച്ച് പോകുന്ന സമയത്ത്, സ്ഥലം അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഒരു സ്ഥലം കണ്ടു, വിശാലമായ സ്ഥലം. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്? സ്ഥലമൊക്കെ കൊള്ളാം. ആ സ്ഥലം കാണുമ്പോൾ തന്നെ അറിയാം അവിടെയൊക്കെ ആരെങ്കിലും വലിയ വിലക്കൊക്കെ എടുത്തിട്ട് അവിടെ ലോഡ്ജോ മറ്റോ പൊങ്ങും. ലോഡ്ജ് പൊങ്ങി അവിടെയുള്ള വെള്ളമൊക്കെ അങ്ങോട്ട് കിട്ടും, അവരെടുത്ത് കൊണ്ടുപോകും. എനിക്ക് അവിടെ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റില്ല. അവിടെ ഒന്നുമില്ല. അവിടെ സത്യത്തിൽ ഒരു തരിശായ ഭൂമിയാണ്. ഈ ഭൂമിയിൽ ഇയാൾ ഇങ്ങനെ നോക്കിയിട്ട് ഇയാൾ പറയാണ്, എന്നോട് പറയാം, മനസ്സിലായില്ല, എന്തിനും പ്രോബ്ലം, എവിടെയും പ്രോബ്ലം. എന്നാ പ്രൊആക്റ്റീവ് ആവട്ടെ, പ്രോബ്ലത്തിലല്ല, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ സൊല്യൂഷനിലോട് ഫോക്കസ് ചെയ്യും. അതാണ് പ്രൊആക്റ്റീവും റിയാക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം. റിയാക്റ്റീവ് പറയും എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എൻ്റെ ബോസ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എൻ്റെ വൈഫ് എന്നോട് ഇങ്ങനെ പറഞ്ഞു. നിയമങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്, റൂൾസ് ഒക്കെ വളരെ ഡേർട്ടിയാണ്, പൊളിറ്റിക്സ് ഒക്കെ കണ്ടില്ല, എല്ലാം കറപ്ഷൻ, ഒന്നും ശരിയില്ലേ, ലോകം ഞാൻ ഒന്നുമില്ല, ഞാൻ ഇവിടെ മൂലയിലെങ്ങാനും ഇരുന്നോട്ടെ, എന്ത് ബിസിനസ് ഒക്കെ നഷ്ടം. മനസ്സിലായി? എന്നിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നു, എന്നിട്ട് ലോകത്തെ കുറ്റപ്പെടുന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രൊആക്റ്റീവ് പേഴ്സൺ ആവട്ടെ, അവർ സൊല്യൂഷനിലോട്ടും അവർക്ക് ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പറ്റും അതിലോട്ടും മാത്രം ഫോക്കസ് ചെയ്യും. എത്ര മനോഹരമാണ് പ്രിയപ്പെട്ടവരെ! ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ടെൻഷന് കുറവ് വരുന്നില്ല പ്രിയപ്പെട്ടവരെ? യെസ് ഓർ നോ? ഒരു പ്രൊആക്റ്റീവ് പേഴ്സണായി മാറിയാൽ തീരാവുന്ന പ്രശ്നമേ തനിക്കുള്ളൂ എന്ന സത്യം മനസ്സിലായില്ലേ? പ്രൊആക്റ്റീവായ ആളുകൾ എപ്പോഴും സൊല്യൂഷനിലോട് മാത്രമല്ല, നമുക്ക് ചെയ്യാൻ പറ്റാത്തത് എന്താന്നുള്ളതല്ല, എന്ത് ചെയ്യാൻ പറ്റും ഇതിലോട് ഫോക്കസ് ചെയ്യും. മനസ്സിലായില്ലേ? റിയാക്റ്റീവ് ആണെങ്കിൽ അവർ തനിക്ക് ചെയ്യാൻ പറ്റാത്ത, നമ്മുടെ കൺട്രോളിലില്ലാത്ത, ട്രംപ് എന്ത് പറയും, മോദി എന്ത് പറയും, അതവരെന്ത് പറയും, തനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഏരിയയിൽ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നു. പ്രൊആക്റ്റീവ് തനിക്ക് ചെയ്യാൻ പറ്റുന്നതിലും സൊല്യൂഷനിലോട്ട് മാത്രം പോകുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ കൺട്രോളിലുള്ളതിലോട്ട് തനിക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു വിഷയം ഉണ്ടാവുമ്പോൾ തനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? തൻ്റെ വാക്ക്, തൻ്റെ പ്രവൃത്തി, തൻ്റെ ചിന്ത, ഇതാ തൻ്റെ കൺട്രോളുള്ളത്. ഈ സമയത്ത് ഞാൻ എന്ത് പറയണം, എൻ്റെ കൺട്രോളിലാണ്. ഈ സമയത്ത് ഞാൻ എന്ത് ആക്ഷൻ എടുക്കണം, എൻ്റെ കൺട്രോളിലാണ്. ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ കൺട്രോളിലാണ്. മറ്റേ എന്ത് ചെയ്യും, എനിക്കൊന്നും ചെയ്യാല്ല, അയാൾ പറയുന്നത് കേട്ടില്ലേ, അയാളുടെ കൺട്രോളിൽ ഞാൻ വരെ. എത്ര ദുരന്തമാണ് ഈ റിയാക്റ്റീവ് പേഴ്സണാലിറ്റി അവർക്കും ലോകത്തിനും വെച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഏതെങ്കിലും ഇഷ്യൂസിൽ, ഇപ്പോ നെഗറ്റീവ് ഇഷ്യൂസിലാവട്ടെ, ടെൻഷനിലാവട്ടെ, ഏതെങ്കിലും കലങ്ങി മറിഞ്ഞ ഇഷ്യൂസിൽ നമ്മൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നമ്മൾ റിയാക്റ്റീവ് പേഴ്സൺ ആണ്. നമ്മൾ റിയാക്റ്റീവ് പേഴ്സൺ ആണ്. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ടെന്ന് ചിന്തിച്ചു നോക്കി പ്രിയപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം പറയുന്നു, ഒരു 7 ദിവസം ഒന്ന് പ്രൊആക്റ്റീവ് ആവാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കാം. മനസ്സിലായില്ലേ? അതായത് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നതിലേക്ക് ഫോക്കസ് ചെയ്യുക, ഒരു വിഷയത്തിൽ സൊല്യൂഷനിലോട്ട് ഫോക്കസ് ചെയ്യുക. ഉദാഹരണമായിട്ട് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര പ്രശ്നം,
അവിടെ എന്താ സംഭവിക്കുക? ഭാര്യ ഭർത്താവ് പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? ഭാര്യ പറയും ഞാനാണ് ശരി, ഭർത്താവ് പറയും ഞാനാണ് ശരി. മനസ്സിലായില്ലേ? ഭാര്യ പറയും, ഭാര്യക്കറിയാം ഭർത്താവ് എന്താ ചെയ്യേണ്ടത്, ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന ഭാര്യക്കറിയാം. ഭാര്യ എന്തൊക്കെ ചെയ്യാൻ ഭർത്താവിന് അറിയാം, പക്ഷേ ഭർത്താവ് എന്താ ചെയ്യേണ്ടതെന്ന് ഭർത്താവിനും അറിയില്ല, ഭാര്യ എന്താ ചെയ്യേണ്ടത് ഭാര്യക്കും അറിയില്ല. അപ്പൊ ഭയങ്കര പ്രശ്നം നിൽക്കുക. അപ്പം ഹസ്ബൻഡ് പറയാ ഓക്കെ ഇഷ്യൂസ് ഇങ്ങനെയുണ്ട്, ഇതിനൊരു പരിഹാരത്തിലോട്ട് പോവാം. നമുക്ക് എങ്ങനെ പരിഹാരത്തിലോട്ട് പോകും? എങ്ങനെ പോകും? നിങ്ങൾ പറഞ്ഞ വാക്ക് അങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? പിന്നെ റിയാക്റ്റീവിലോട്ട് പോകും. അപ്പോൾ എന്ത് ഇഷ്യൂസിനെയും പരിഹരിക്കണമെങ്കിൽ പ്രോ ആക്റ്റീവായി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, സംഭവിക്കേണ്ടത് സംഭവിച്ചു, ഇതാണ് പ്രോ ആക്റ്റീവ്. മനസ്സിലായില്ല? അപ്പം നമ്മൾ ഏതെങ്കിലും നെഗറ്റിവിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, റിയാക്റ്റീവ് ആണെന്ന് തിരിച്ചറിയുക. അതിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എല്ലാ ദിവസവും ഹാപ്പി പാർക്കിലെ റിച്ച് വൈബ് ക്ലബിൽ രാവിലെ പങ്കെടുക്കുക. പതുക്കെ പതുക്കെ പ്രോ ആക്റ്റീവ് ആണ് നമുക്ക്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഹാപ്പി പാർക്കിന്റെ റിച്ച് വൈബ് ക്ലബിൽ എല്ലാ ദിവസവും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അനുഭവം പതുക്കെ പതുക്കെ പ്രോ ആക്റ്റീവായി മാറും. അതുപോലെ മണി മൈൻഡ് സെറ്റിംഗ്, അതേപോലെ നിങ്ങളോട് പറയുന്നു, ഓഗസ്റ്റ് 31 കണ്ണൂർ വെച്ച് നമ്മളൊരു പ്രോഗ്രാം ഉണ്ട്, അതിലൊക്കെ പങ്കെടുക്കും. അതിലൊക്കെ അതിശക്തമായ തെറാപ്പികൾ ഉൾപ്പെടെയുള്ള 3 മണിക്കൂർ പ്രോഗ്രാമാണ്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യണം. അതേപോലെ തന്നെ അടുത്ത മാസം സെപ്റ്റംബർ 4 മുതൽ 14 വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന മണി മൈൻഡ് സെറ്റിംഗ് പ്രോഗ്രാം. മനസ്സിലായില്ലേ? EFT അടുത്ത 21, 28 കോഴിക്കോട് എറണാകുളത്ത് നടക്കുന്നു. ഞാൻ ഇതൊക്കെ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ റിയാക്റ്റീവ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഇഷ്യൂസ് ഒക്കെ വന്നത്. മൂല്യം നിറക്കാത്തത് കൊണ്ടാണ്, നന്മ നിറക്കാത്തത് കൊണ്ടാണ്, സത്യം നിറക്കാത്തത് കൊണ്ടാണ് എല്ലാ ഇഷ്യൂസും വരുന്നത്. അതുകൊണ്ട് 7 ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത് ആ ഏരിയയിലോട്ട് ശ്രദ്ധിച്ചുകൊണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, വിജയിച്ച ആളുകൾ ഒരിക്കലും റിയാക്റ്റീവ് ആവില്ല. റിയാക്റ്റീവായ ഒരുത്തരും വിജയിക്കില്ല. നിങ്ങൾ ഈ അങ്ങാടികളിൽ പോകുമ്പോൾ നോക്കിയാൽ മതി, ഏതൊരുവൻ തൊഴിലും ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടോ അവൻ റിയാക്റ്റീവ് ആയിരിക്കും. ഒരിക്കലും അയാൾ വിജയിക്കില്ല. അയാളോട് പറയാണ് ഇങ്ങനെ ഒരു ട്രെയിനിങ് ഉണ്ട്, അയാൾ വരില്ല. അതാണ് അവരുടെ ദുരന്തം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ അവരെ നന്നാക്കാനല്ല പോകേണ്ടത്, നമ്മൾ പ്രോ ആക്റ്റീവ് ആവുക. നമ്മൾ പ്രോ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ, നമ്മൾ നന്നായാൽ നമുക്ക് ചുറ്റുമുള്ളവർ നന്നാവും, നമുക്ക് ചുറ്റുമുള്ളവർ നമ്മുടെ കുടുംബം നന്നാവും, നമ്മുടെ കുടുംബം നന്നായ അയൽക്കാർ നന്നാവും. അങ്ങനെ ലോകത്തെ നന്നാക്കാൻ പറ്റൂ. അതുകൊണ്ട് സക്സസ്ഫുൾ പേഴ്സൺ വിൽ നെവർ ബി റിയാക്റ്റീവ് പേഴ്സൺ. ഒരിക്കലും റിയാക്റ്റീവ് പേഴ്സൺ ആവില്ല. അവർ ബുദ്ധിമാന്മാരായിരിക്കും, അതുപോലെ പ്രോ ആക്റ്റീവ് ആയിരിക്കും. ഇത് മാത്രമാണ് ഏറ്റവും മനോഹരനായ, ഏറ്റവും ശക്തനായ നിങ്ങളെ ഉണ്ടാക്കുവാനുള്ള ഏക വഴി. വേറെ വഴിയൊന്നുമില്ല. ദർ ഈസ് നോ എനി അനദർ വേ. നിങ്ങൾ പ്രോ ആക്റ്റീവായിട്ട് മാറുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ 2 ദിവസം ഞാൻ നിങ്ങളെ പരമാവധി ഈ ടെൻഷൻ, ഭയം, ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങളെല്ലാം അത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ, ഇന്നലെ നമ്മൾ എന്താ പറയുക, ഔട്ട്കം എന്ന് പറഞ്ഞാൽ E+R, അതായത് ഒരു ഇവന്റിനോട് നമ്മുടെ റെസ്പോണ്ട് ഈസ് ഈക്വൽ ടു ഔട്ട്കം. ഉദാഹരണമായിട്ട് ഒരാൾ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി സംഭവിച്ചു നോക്കുക. ആ നെഗറ്റിവിറ്റി സംഭവിച്ചതുകൊണ്ട് ഒരു ഔട്ട്കം ഉണ്ടാവില്ല. ആ നെഗറ്റിവിറ്റിയിൽ ഇയാൾ എങ്ങനെ പ്രതികരിക്കുന്നു അതനുസരിച്ച് ഔട്ട്കം ഉണ്ടാവും. കൃത്യമായി പഠിച്ചു. ഇന്ന് നമ്മൾ പഠിച്ചു റിയാക്റ്റീവ് എന്താണ്, പ്രോ ആക്റ്റീവ് എന്താണ്. നിങ്ങൾ ഇഷ്യൂസിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പിച്ചോളൂ, റിയാക്റ്റീവാണ്. എന്താ സൊല്യൂഷൻ? പ്രോ ആക്റ്റീവായിട്ട് മാറുക. എങ്ങനെ മാറാം? മൂല്യം നിറക്കുക, പ്രകാശം നിറക്കുക. അതിനുള്ള വഴിയാണ് ഹാപ്പി പാർക്ക് നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. അതിനൊന്നും തിരിഞ്ഞു നോക്കാതെ വീണ്ടും റിയാക്റ്റീവായിട്ട് ജീവിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം ദുരന്തഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാ ദിവസവും, ഇനിയിപ്പോൾ നാളെയുണ്ട്, രാവിലെ 6:30 റിച്ച് വൈബ് ക്ലബ്ബിൽ തികച്ചും സൗജന്യമായ പ്രോഗ്രാമുണ്ട്. അതേപോലെ തന്നെ ഓഗസ്റ്റ് 31 ഞാൻ പറഞ്ഞു, സെപ്റ്റംബർ 4 ഇതെല്ലാം ഞാൻ പറഞ്ഞു. ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ വ്യക്തത വരണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. ഒന്ന് സംസാരിച്ച്, ഇന്ന് ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടോ? ഞാൻ പറഞ്ഞത് 100% സത്യമല്ല പ്രിയപ്പെട്ടവരെ? യെസ് ഓർ നോ?
യെസ് സാർ. സത്യമാണ് സാർ. യെസ് സാർ, വളരെ സത്യമാണ്. സാർ യെസ് സാർ 100% വളരെയധികം 100% സത്യമാണ്. നമ്മുടെ ഈ 100%. റിച്ച് വൈഫ് ക്ലബിൽ എല്ലാ ദിവസവും രാവിലെ പങ്കെടുക്കുന്ന ആൾക്കാര് ശരിയായ ഞാൻ പങ്കെടുക്കലുണ്ട്. ഞാൻ പങ്കെടുക്കാറുണ്ട്. ഇങ്ങനെ എന്താണ് ലൈഫിൽ വലിയ മാറ്റം വരുന്നില്ലേ സ്വർണ്ണോ? തീർച്ചയായിട്ടും Yes, തീർച്ചയായിട്ടും. yes, yes. നമ്മൾ അറിയാതെ മാറിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഒരുപാട് നെഗറ്റീവ് ചിന്ത നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് സാറേ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് നമ്മുടെ ഉള്ളിൽ മൂല്യം കയറിയത് കൊണ്ടാണ്. എപ്പോഴും പറയാറുണ്ട്, ഗാന്ധിജി പറയാറുണ്ട്, ഈ അന്ധകാരത്തെ ഇരുട്ടിനെ കുറ്റം പറഞ്ഞ് ദേഷ്യം പിടിച്ച് ശപിച്ച് നടക്കല്ലേ മനുഷ്യ, ഒരു മെഴുകുതിരി, അതാണ് സൊല്യൂഷനിലോട്ട് ഫോക്കസ് ചെയ്യുക. ഒരു കുഞ്ഞു മെഴുകുതിരി കത്തിച്ചു വെക്കാൻ ശ്രമിക്കും. ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടാൽ എല്ലാവരും തെറ്റ്, എല്ലാവരും കുറ്റം, ഇവനൊരു കുറ്റമില്ല. ഇവൻ്റെ ഏറ്റവും വലിയ കുറ്റം ഇങ്ങനെ തെറ്റ് കാണുമ്പോൾ അവിടെ ഒരു നല്ലവനായി നിൽക്കുവാൻ ഇവൻ ശ്രമിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അവനാണ് ഏറ്റവും വലിയ ത്യാഗി എന്ന് പറയുന്നത്. കുറ്റം പറയാൻ വളരെ എളുപ്പമാണ്, ആക്ഷേപിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പം നിങ്ങൾക്കും പറയാം ഹാപ്പി പാർക്ക് അങ്ങനെ ഇങ്ങനെ പറയുന്നവരുണ്ടാവാം. നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മളൊരു മിഷൻ്റെ പാർട്ടായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. സാറ് പറഞ്ഞ പോലെ നമുക്കൊക്കെ നല്ല AC റൂമിൽ മനോഹരമായിട്ടിരുന്ന് എല്ലാ മാസവും അടിപൊളിയായി ശമ്പളമൊക്കെ വാങ്ങി അടിച്ചു പൊളിച്ച് ജീവിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നമ്മുടെ മിഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ എല്ലാ ദിവസവും ഇങ്ങനെ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ആളുകൾ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളും ഇതിൻ്റെ ഭാഗവാക്കായി മാറുക എന്ന് സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ ഒരു കാര്യം കൂടി, കണ്ണൂർ ഈ വരുന്ന ഓഗസ്റ്റ് 31 പ്രോഗ്രാം ഉണ്ട്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഒന്ന് ടൈപ്പ് ചെയ്തേ, മീ എന്ന് ടൈപ്പ് ചെയ്തേ. കണ്ണൂരിൽ ഓഗസ്റ്റ് 30, 31 മീ എന്ന് ടൈപ്പ് ചെയ്തേ. എത്ര പേര് കണ്ണൂരിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്? ഓക്കെ, അവിടെ ഒരു പരിധിയുണ്ട് ആളുകളെ ഉൾക്കൊള്ളുന്നതിന്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ സാറെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. അതിനൊരു നമ്പർ ഞാൻ അയച്ചു തരാം, ഇതിൽ സ്ക്രീനിൽ കാണിക്കാം. ഇപ്പോൾ തന്നെ സാറെ കോണ്ടാക്ട് ചെയ്തിട്ട് കണ്ണൂരിൽ പ്രോഗ്രാമിന് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്തോളൂ. ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ ഈ എന്താ പറയുക, മിഷൻ്റെ പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകളാണ്. ഇതിലൊക്കെ പങ്കാളികളാവുക. ഓഗസ്റ്റ് 31 ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, വളരെ വളരെ സന്തോഷം. അതേപോലെ തന്നെ അടുത്ത ബാച്ച് മണി മൈൻഡ് സെറ്റിംഗ് വരുന്നത് ആയിരക്കണക്കിന് മെസ്സേജുകൾ വന്നിട്ടുണ്ടല്ലേ. ഞാൻ ഒത്തിരി മെസ്സേജ് ഞാൻ കണ്ടിട്ടില്ല. അടുത്ത മണി മൈൻഡ് സെറ്റിംഗ് നടക്കുന്നത് സെപ്റ്റംബർ 4-ാം തീയതിയാണ്. അപ്പോൾ അതിലുള്ള ആളുകളും പങ്കെടുക്കുക. ഓക്കെ. കണ്ണൂർ പ്രോഗ്രാം പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഒരു ഗ്രൂപ്പ് സാർ ഇട്ടിട്ടുണ്ട്. കണ്ണൂർ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു ഗ്രൂപ്പുണ്ട്, മണി മൈൻഡ് സെറ്റിൽ പങ്കെടുക്കാൻ ഒരു ഗ്രൂപ്പുണ്ട്. അത് രണ്ടും പങ്കെടുക്കുക, അതിലൊക്കെ പങ്കെടുക്കുക. മനസ്സിലായില്ലേ? നമ്മുടെ അന്തരാത്മാവിനെ ശുദ്ധീകരിക്കുക. ശരി, ഇനി സംസാരിച്ചോളൂ. എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ. ശരി, EFT ഓൺലൈൻ അടുത്ത മാസം വരും. അടുത്ത മാസം ലാസ്റ്റ് വരും. EFT ഓൺലൈനും ഓഫ്ലൈനും എല്ലാം വരുന്നുണ്ട് കേട്ടോ. അതിൽ എനിക്ക് പങ്കെടുക്കാം. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹലോ സാർ, ഓ, ഞാൻ കോട്ടയത്തു നിന്നാണ്. സാർ, എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, നമുക്ക് ചുറ്റും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായി സംഭവിക്കുമ്പോൾ അത് എനിക്ക് സംഭവിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു വല്ലാത്തൊരു ചിന്തയും ഒരു ഭയമൊക്കെയാണ്. ഓക്കെ സാറേ, ഒരു മിനിറ്റ്. ഇനി ആ പ്രശ്നം ആവർത്തിച്ച് പറയേണ്ടതില്ല. അതിന് സൊല്യൂഷനോട് പോവാം. സൊല്യൂഷൻ ഞാൻ പറഞ്ഞു. സാറ് എല്ലാ ദിവസവും റിച്ച് വൈബ് ക്ലബിൽ പങ്കെടുക്കുക, EFTയിൽ പങ്കെടുക്കുക, മണി മൈൻഡ്സിൽ പങ്കെടുക്കുക. അങ്ങനെ സാറിന്റെ ഉള്ളിലെ ഇഷ്യൂസ് മാറ്റുക. അതാണ് ഏറ്റവും വലിയൊരു പരിഹാരം. അതായത് സാറിപ്പോൾ പറയുന്നത് ആർക്കും എന്റെ പനി വന്നാൽ നാളെ എനിക്ക് വരുമോ, നമ്മൾ ആ ഇഷ്യൂ എനിക്ക് ഉണ്ട് എന്ന് 100 ആളോട് പറഞ്ഞാൽ ഒരിക്കലും ഇതിന്റെ സൊല്യൂഷൻ ആവില്ല. ഞാൻ പറയുന്നത് എല്ലാ പ്രശ്നത്തിലുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ പ്രകാശം നിറക്കുക എന്നതാണ്. ആ പ്രകാശം നിറക്കുവാനുള്ള വഴിയും ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ നമ്മൾ അതിലോട്ട് വരികയാണ് ചെയ്യേണ്ടത്. ഓക്കെ സാർ, എന്ത് ചെയ്യാ? അത് ചെയ്യാം. മാറ്റം ഉണ്ടാവുന്നത് തിരിച്ചറിവിലൂടെയാണ്. തിരിച്ചറിവാണ് ഇവിടെ ഉണ്ടാവുന്നത്. അല്ലാണ്ട് ഇഷ്യൂസ് പറയുന്നതിലൂടെ ഒരിക്കലും അത് മാറില്ല. ഇപ്പൊ ഷിനോജ് സാറെ പറയുന്നത് അദ്ദേഹം വളരെ മാന്യമായിട്ട് പറയാണ്. ഇപ്പൊ ഇത്രയും ആൾക്കാരും വന്ന് നമ്മളെ വിഷമം പറഞ്ഞു വരുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല.
നേരെ മറിച്ചിട്ട് ആ ഇഷ്യൂസ് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ മെന്റൽസിനോടോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ ഒക്കെ പറഞ്ഞ് ഇതിന് സൊല്യൂഷൻ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് ഞാൻ പറയും. നിങ്ങൾ ആരും നിങ്ങൾ ഇഷ്യൂസ് പറയണ്ട. ഇഷ്യൂസിനുള്ള പരിഹാരമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അതിനുള്ള പരിഹാരത്തിലൂടെ ശ്രദ്ധിക്കും. ഇഷ്യൂസ് നമ്മളിങ്ങനെ ഒത്തിരി തവണ ആവർത്തിച്ച് പറഞ്ഞത് കൊണ്ട് എനിക്ക് പനിയുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പനി മാറുമോ? നമുക്ക് പനി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ ഡോക്ടറെ പോയിട്ട് കാണിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്ലിയർ? ഷിനോ സാർ ക്ലിയർ അല്ലേ? ഓക്കെ സാർ, ക്ലിയർ ആണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്മൾ ഒരിക്കലും ഒരു എന്താ പറയാ പബ്ലിക് ആയിട്ടുള്ളൊരു കൗൺസിലിങ്ങോ കൺസൾട്ടേഷനോ അല്ല നമ്മളിത്. സൊല്യൂഷനാണ് ഇവിടെ ഉള്ളത്. സന്തോഷത്തിന്റെ വർത്തമാനങ്ങളാണ് ഇവിടെ ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ അന്ധകാരം അകറ്റാൻ വേണ്ടി പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട. അവിടെ വെളിച്ചം കത്തിച്ചാൽ മതി. ആ വെളിച്ചമാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ വീണ്ടും അന്ധകാരം കൊണ്ടുപോയിട്ട് ഇടേണ്ട കാര്യമില്ല. ശരി, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? യൂട്യൂബിലുണ്ടാവും. ചോദിക്കുന്നത് മനസ്സിലായി. യൂട്യൂബിലുണ്ടാവും. ഡോണ്ട് വറി, ഇറ്റ് വിൽ ബി ഇൻ യൂട്യൂബ്. ഓക്കെ സാർ, ഓക്കെ സാർ. സന്തോഷം. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അനീസറെ, ഇന്നത്തെ സെഷനൊക്കെ കേട്ടില്ലേ അനീസർ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഹലോ, ഞാൻ 6 മാസമായിട്ട് ഇതിന്റെ ഒപ്പമുള്ള ആളാണല്ലോ. അപ്പൊ എനിക്ക് എല്ലാ ക്ലാസ്സുകളും ഉപകാരമാണ്. കാരണം ഓരോരോ ടൂളുകൾ നമുക്ക് കിട്ടുകയാണ്. ഇപ്പോ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് ഞാൻ ഫുള്ളായിട്ട് കേട്ടിട്ടുണ്ട്, ഫുള്ളായിട്ട് എഴുതിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സും എഴുതിയെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ആവർത്തിച്ച് കേൾക്കും. അതില് പ്രോ റിയാക്റ്റും അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ തീർത്തും ശരിയായ സംഗതിയാണ്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയെടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് വിജയമുണ്ടാവും. മഹത്തായ വിജയം തന്നെ ഉണ്ടാവും. അത് ഉറപ്പാണ്. ഹലോ, ഒരു സംശയം. ഈ പോസിറ്റീവ് മൈൻഡ് ഉള്ളവർക്കല്ലേ ഈ പ്രോ ആക്റ്റീവ് വരുന്നത്, പ്രോ ആക്റ്റീവ് ആകുന്നത്? നെഗറ്റീവ് ഉള്ളവർ റിയാക്റ്റീവ്. അത് തന്നെ പോസിറ്റീവ്. അതാണ് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അത് പിന്നെ എതിരായിട്ടുള്ള ഒരു അനുഭവം. റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതായത് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാം. നിന്റെ കുപ്പായം ചോദിച്ചോ നിന്റെ കോട്ട് കൊടുക്കൂ, അതെന്താണ്? പ്രോ ആക്റ്റീവ് ആണ്. ക്ലിയർ? അതല്ലാണ്ട് ഒരാൾ കുപ്പായം ചോദിച്ചു അല്ല കോട്ട് കൊടുക്കൂ എന്നുള്ളതല്ല. അതിനർത്ഥം നമ്മൾ റെസ്പോണ്ട് നന്നാക്കും. ഈ റിലേ 35-16 നടക്കുന്ന ആൾക്ക് ഏത് സമയം ഉറക്കം തന്നെ. പറയൂ. പല ആളുകളും അവരുടെ വീട്ടിലെ ടോക്ക് അങ്ങോട്ട് കേൾക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്താണ് പറയുന്നത് എല്ലാവരും കേൾക്കും. ശരി, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഏതായാലും വളരെ സന്തോഷം. ഈ 2 ദിവസത്തെ ക്ലാസ് നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കുക. രാവിലെ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നവരാണ്. നാളെയും രാവിലെ നമുക്ക് കണ്ടുമുട്ടാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനി ക്വസ്റ്റ്യൻസ്? ഇന്ന് രാവിലെ ഒത്തിരി ആളുകൾ മണി മൈൻഡ് സെറ്റിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആർക്കെങ്കിലും ഇന്ന് രാവിലെ പറയാൻ സാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം. ഒരു കുറച്ച് സമയം കൂടി ഞാൻ സമയം തരാം. ഇന്ന് രാവിലെ പങ്കെടുക്കാൻ പറ്റാത്തവരോ പറയാൻ പറ്റാത്തവരോ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ സംസാരിക്കാം. 1-2 ആൾക്ക് സംസാരിക്കാം. ഇന്ന് രാവിലെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല സാറേ. അതായത് പറഞ്ഞോളൂ. നിങ്ങൾ മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്തോ? വാട്ട് യു ഫീൽ? എന്ത് പറയുന്നു അതിനെ കുറിച്ച്? കുഴപ്പമില്ല, സുഖാണ്, അൽഹംദുലില്ലാ. പിന്നെ എന്താ പറയുക, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരുപാട് മാറ്റം തന്നെയാണ്. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, അതിനൊക്കെ നല്ല മാറ്റമുണ്ട്. വെരി ഗുഡ്. അത് വാക്കോട് പറയാൻ കഴിയും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വളരെ മനോഹരമായ മാറ്റമുണ്ട് അല്ലേ? നല്ല മാറ്റം. വളരെ സന്തോഷം. ഡൗട്ട്സ് ഒന്നും ഇല്ല സർ? പ്രിയമുള്ളവരെ, നല്ല പിന്നെ ആപ്റ്റായ ചോദ്യം ചോദിക്കും. നിങ്ങൾ എപ്പോഴാണ് സാർ അടുത്ത ആൻസർ കിട്ടുള്ളൂ. വെറുതെ ഇരിക്കല്ലേ, കിട്ടുന്ന സമയം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ അങ്ങനെ കുത്തി പഴിപ്പിക്കണ്ട സാർ. ആൾക്കാര്
സാർ ചോദിച്ച സ്ഥിതിക്ക് ഒരു ചോദ്യം. ഈ ജീനുകളിലുള്ള പ്രശ്നങ്ങള് നമുക്ക് നിലവിലുള്ള ഈ ടൂൾ കൊണ്ട് തന്നെ ശരിയാക്കി എടുക്കാൻ കഴിയുമോ? അത് കഴിയും, ഉറപ്പാണ്. സാറിന് ഞാൻ ചോദിക്കട്ടെ, 6 മാസം മുമ്പുള്ള ജീനാണോ ഇപ്പൊ നിങ്ങളുടെ ഉള്ളിലൂടെ പോകുന്നത്? അല്ല. അത് മാറ്റിയെടുക്കാൻ ജനിതക കോഡുകളിൽ നമുക്ക് നമ്മുടെ മാതാപിതാക്കളിലൂടെയും പാരമ്പര്യമായിട്ട് മുതുമുത്തച്ഛന്മാരിൽ നിന്നൊക്കെ ഉള്ള സ്വഭാവങ്ങളും ശീലങ്ങളും രോഗങ്ങളും ഒക്കെ നമ്മുടെ ജീനുകളിൽ തന്നെ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. നമുക്ക് ഇങ്ങനെയുള്ള വർക്ക്ഷോപ്പിലൂടെ കടന്നു പോകുമ്പോൾ ജനിതകപരമായി ജീനുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടതിനെ പോലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് ഒരാൾക്ക് ഒരു 50 വയസ്സാകുമ്പോൾ ഷുഗർ ഉണ്ടാവണം, അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാവണം. ഒരുപക്ഷെ ജീനുകളിൽ അതുണ്ടാവാം, അതിൻ്റെ ഒരു കോഡിംഗ് ഉണ്ടാവാം നേരത്തെ തന്നെ. നമ്മൾ ഇത്തരത്തിലുള്ള EFT ഇങ്ങനത്തെ ടൂൾസിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ അത് നീട്ടിവെക്കപ്പെടുകയോ പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാവുകയോ ചെയ്യും. അതിനല്ലേ ഇതൊക്കെ പഠിക്കുന്നത് നമ്മൾ. എത്രയോ ആൾക്കാർ അൾസർ, ക്യാൻസർ ഒക്കെ എത്രയോ ആൾക്കാർ സുഖപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പിന്നെ അതൊന്നും നമ്മളിപ്പോൾ ഫീഡ്ബാക്കുകൾ പറയാൻ നിൽക്കുകയാണെങ്കിൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ല, മണിക്കൂറുകളോളം പറയേണ്ടി വരും. ശരിയല്ലേ? ഒന്ന് ടൈപ്പ് ചെയ്തേ, നിങ്ങളിപ്പോൾ സംസാരിക്കണ്ട. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫീഡ്ബാക്കുകളെ കുറിച്ച് പറയാൻ നിൽക്കുകയാണെങ്കിൽ, എന്ത് മാറ്റങ്ങൾ ഉണ്ടായെന്ന് പറയാൻ നിൽക്കുകയാണെങ്കിൽ മണിക്കൂറുകളോളം പറയേണ്ടി വരും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? റിച്ച് വൈബ് ക്ലബും ട്രഷറും ഇതിൻ്റെ ഒക്കെ ഫീഡ്ബാക്കുകൾ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്തേ. ഒരുപാട് സമയം പോകും. അത് തന്നെയാണ് അതിൻ്റെ അവസ്ഥ. ശരി, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സന്തോഷം. നിങ്ങളുടെയൊക്കെ പ്രതികരണത്തിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. ശരി, ഒരു നിമിഷം സാർ. പാലക്കാട് നിന്ന് ചിറ്റൂരിൽ നിന്ന് വേലിച്ചമ്മയാ സാറേ. മണിമണി സെറ്റിൽ ഞാൻ പങ്കെടുത്തിരുന്നു. പക്ഷെ എനിക്കിന്ന് കാലത്ത് സംസാരിക്കാൻ പറ്റില്ല. വളരെ വളരെ ഉപകാരപ്രദമാണ് സാർ. ഞാൻ ഒരു തവണ അറ്റൻഡ് ചെയ്താണ് ഇതിൽ. പക്ഷെ എനിക്ക് ഫോണ് കേടായത് കൊണ്ട് എനിക്ക് അതിൽ കേൾക്കാനും അതൊന്നും അനുഭവിക്കാൻ പറ്റില്ല. പക്ഷെ രണ്ടാമത് ആണ് ഇത് ചേർന്നത്. വളരെ ഉപകാരപ്രദമായിരുന്നു. സാറിന്റെ AK-47 ആണ് ഏറ്റവും വലിയൊരു ആയുധം തന്നെ. അത് പോലെ സാറേ, ഒരു 10-20 ഉണ്ടെങ്കിലും വേണം എന്നാ എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ഈ താമസിക്കുന്ന അവിടെ ഇങ്ങനെ കൂടുതലും അകലെയുള്ള ആൾക്കാരാ. അപ്പോ വലിയ വലിയ സന്തോഷം. ഇനി ഒരുപാട് ക്ലാസ് സാറിന്റെ മറ്റുള്ള എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സാർ. വളരെ സന്തോഷം. അത് നമ്മുടെ ഒരു വൈകാരികമായിട്ട് നമ്മുടെ ഉള്ളിലൊരു ഇന്നർ ചൈൽഡ് ആണിത്. ഓക്കെ, ശരി. ഞാൻ ഒരു കാര്യം പറയട്ടെ പ്ലീസ്. 2 മാസമായി ഞാൻ ഈ ഹാപ്പി പാർക്കുമായി ചേർന്നിട്ട് എൻ്റെ മനസ്സിൽ മുൻപ് എപ്പോൾ നോക്കിയാലും ഞാൻ ജനങ്ങളൊരു ശണ്ട കൂടുന്നതായിട്ട് കണ്ടില്ല. അങ്ങനെ വെറുതെ ഒരാളായിട്ടും ഒരു പ്രശ്നമില്ലെങ്കിലും വെറുതെ ഞാനിങ്ങനെ അതിൻ്റെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥയാണ്. ഇതിൽ വന്നതിന് ശേഷം വളരെ ഹാപ്പിയാണ് സാർ. ഇപ്പം അങ്ങനത്തെ ഒരു നെഗറ്റീവ് ചിന്ത എനിക്കില്ല. മറ്റേത് ഫുൾ ടൈം എൻ്റെ തല ഇങ്ങനെ പെരുത്ത് നടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ കാറ്റ് പോയ ബലൂൺ പോലെ എൻ്റെ തലയുള്ളത്. വളരെ സന്തോഷമുണ്ട് സാർ. സന്തോഷം. ഇത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഇത് തന്നെയാണ് ആഗ്രഹം. അത് ആ തലയിൽ ചുമടുമായിട്ട് സാറ് ഇതിൽ വരാണ്ട് നടന്നിരുന്നെങ്കിൽ അധികം വൈകാതെ വീണു പോകുമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഹാപ്പി പാർക്കിൽ വന്ന് ഈ പാർക്കിൽ അത് അലിയിച്ച് കളഞ്ഞതോടുകൂടി സാർ രക്ഷപ്പെട്ടു. എന്തൊരു ഭാരമാ ചില ആൾ. എന്താ പറയാ, ഒന്ന് സംസാരിക്കാൻ പോലും സമയമില്ല. ഭയങ്കര ഭാരം ചുമന്ന് നടക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരു 10, 50, 100 കിലോഗ്രാം ഇങ്ങനെ ചുമരിൽ നിരന്തരം കൊണ്ടു നടക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലുകളൊക്കെ പെട്ടെന്ന് ദ്രവിച്ചു പോകും. അതിനേക്കാളും ശക്തമല്ല പ്രിയപ്പെട്ടവരെ ഈ പറയപ്പെട്ട ഈ വേദനകളും ടെൻഷനുകളും പരാതികളും പരിഭവങ്ങളും ഇതിന്റെ ചുവടും പേറി നടക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവമാണ്. വളരെ സന്തോഷം ഇക്ബാൽ സാർ. ഇനി ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? പ്രിയമുള്ളവരെ, ഈ നമ്മളിപ്പോ ഇന്നത്തെ സെഷനിൽ ഇവിടെ റിച്ച് വൈബ് ക്ലബിൽ രാവിലത്തെ മോർണിംഗ് സെഷനിലാത്ത എത്ര പേരുണ്ടോ ഇതില്? ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ആരെങ്കിലും ഉണ്ടോ ഇല്ലാത്തവരെ? റിച്ച് വൈബ് ക്ലബിൽ പങ്കെടുക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഇതിലുണ്ടോ? എന്റെ ഈ ഇപ്പൊ ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ? പങ്കെടുക്കാത്ത ആൾക്കാർ, പങ്കെടുക്കുന്നവരല്ല, പങ്കെടുക്കാത്തവര്. കുറെ പേരുണ്ടല്ലോ സാറേ. നാളെ രാവിലെ 6:30 നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണോ ആ ഗ്രൂപ്പിൽ ഇതിൽ ലിങ്ക് വരും, അതിൽ പങ്കെടുക്കുക. പങ്കെടുക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ അതിൽ പങ്കെടുക്കുക.
ഇതാണ് സൊല്യൂഷൻ. അത് ഫ്രീ സെഷൻ ആണ്, ഫീ ഒന്നും ഇല്ല. നിങ്ങൾ വന്ന് പങ്കെടുത്താൽ മാത്രം മതി. ഓക്കെ, ശരി. അപ്പൊ ഏതായാലും വളരെ സന്തോഷം. ഇത്രയും സമയം നമ്മളെ ശ്രവിച്ചിരുന്ന മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. ഇത്രയും സമയമായിട്ടും ഇത്രയും ആളുകൾ ഇതിൽ തടിച്ചുകൂടിയിരിക്കുന്നു എന്നത് ഏറെ സന്തോഷമുണ്ട്. കാരണം നല്ല കാര്യങ്ങൾ കേൾക്കുവാനും ഇത് പ്രചരിപ്പിക്കുവാനും ഈ രൂപത്തിലുള്ള ആളുകൾ ഉണ്ടല്ലോ എന്ന ഒരു ചാരിതാർത്ഥ്യമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഇത് കാത്തു സൂക്ഷിക്കുക, ഒരു വിളക്കാവുക. സാറ് പറഞ്ഞ പോലെ ഈ ഒരു റിച്ച് വൈബ് ക്ലബിൽ പങ്കെടുക്കാൻ, അതുപോലെ തന്നെ പിന്നെ മണി മൈൻസിലൊക്കെ പങ്കെടുക്കാനുള്ള ലിങ്ക് സാർ ഇതിൽ ഇട്ടിട്ടുണ്ട്. അത് എല്ലാവരും ജോയിൻ ചെയ്യുക. 6 മണിക്ക് തുടങ്ങിയാൽ നമ്മൾ 6 മണിക്കായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ അത് 1-2 ആൾക്ക് വേണ്ടി തുടങ്ങാൻ കഴിയില്ല. 6:30 ആകുമ്പോൾ കുറേ കൂടി സൗകര്യമാണ്. അതുകൊണ്ടാണ് അതിലോട്ട് മാറ്റിയത്. സോ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. Thank you. സാറേ താങ്ക് യു. Thank you, sir. Thank you, sir. Thank you. Thank you.